ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ ശ്രീഭദ്ര, സബിത മാതാജി. ഹരേ കൃഷ്ണ സബിത മാതാജി, സ്വാഗതം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതാണ് ഞാൻ വിഷു ആയ കാരണം ക്ഷീണം കാരണം ക്ലാസ് എടുക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മായ കയറി പിടിച്ചു. ഇല്ല, ഒരാഴ്ച ക്ലാസ് മുടക്കി കഴിഞ്ഞുള്ള ഇതാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊന്നും ആശ്ചര്യപ്പെടണ്ട, ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും. അപ്പൊ എന്നിരുന്നാലും നമുക്ക് 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 ഒരാളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് എടുത്തു പോകുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ, അല്ലെ? ശരി, എന്നാ. ചിലപ്പോ കയറുമായിരിക്കും പ്രഭു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോ കേറി വരും. അപ്പൊ നമ്മള് പ്രഭു, നമ്മള് വിഷുവിന്റെ ഒരു കഥ പറഞ്ഞില്ലേ, ഒരു ഡൗട്ടാണ്, ചോദിച്ചോട്ടെ? ചോദിച്ചു. ആ, അപ്പൊ അതിൽ ഈ വിഷു ഫലം വരുമ്പോ അത് നല്ലതല്ലാന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ പ്രഭു, അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വിഷുവിന് നമ്മുടെ ആ ദിവസത്തെ നക്ഷത്രത്തിന് ആ വർഷം മൊത്തം ദോഷമായിരിക്കും എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ ഉണ്ടോ സത്യത്തില്? അങ്ങനെയല്ല മാതാജി, അതിന്റെ കാര്യം. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇത് തുടങ്ങുന്നത് മേടം തൊട്ടൽ രാശികൾക്ക് തുടങ്ങുന്നത്. പിന്നെ വിഷുവിന് ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു. നല്ല, അതായത് സൂര്യൻ ആ, ഉത്തരായനവും ദക്ഷിണായനത്തിലേക്കും മാറുന്ന ആ ഒരു സമയമാണെന്ന് പറഞ്ഞു. നാളെ 10-ാമതെയാണ്. അപ്പൊ സൂര്യൻ നേരെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉദിക്കും. ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല, നാട്ടില് ഭൂമിശാസ്ത്രപരമായ പല സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കിഴക്കുവശത്ത് സൂര്യനെ കാണത്തില്ല. നമ്മൾ കിഴക്കെന്ന് പറഞ്ഞാൽ ഇതാണ്, സൂര്യൻ കുറച്ച് മാറി നിൽക്കുന്നതാണ്. വേറെ ചില സമയങ്ങളിൽ പോകുമ്പോൾ അങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ തെക്കും വടക്കുമായിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് നേരെ വരുന്ന ദിവസമാണ്. അപ്പൊ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ നമ്മളുടെ ജ്യോതിഷത്തിലൊക്കെ പറയുന്ന 12 രാശികളെ നമ്മൾ മലയാളത്തിൽ 12 മാസങ്ങള്, അത് ചിങ്ങമാസം 1-ാം തീയതിയാണ് ഈ എന്താണ് നമ്മൾ പുതുവർഷ പിറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ശരിക്കും ജ്യോതിഷപരമായിട്ടും അതുപോലെ തന്നെ എല്ലാം രാശിപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും എല്ലാം തുടങ്ങുന്ന പുതുവർഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളും, പഞ്ചാബികള്, നേപ്പാളികള്, അങ്ങനെ പലരും ഈ ഈ പറയുന്ന ഇതിനെ പുതുവത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. പുതുവത്സരം. അപ്പം ഈ ചിങ്ങമാസത്തിൽ 1-ാം തീയതിക്ക് നമുക്ക് കുറെ ഫലങ്ങൾ ഇങ്ങനെ ജ്യോതിഷന്മാരിരുന്ന് തട്ടിവിടുന്നതാണ്. ഈ ഒരു വർഷത്തേക്കിന് ഇങ്ങനെ ആണ്ടുപിറവി 1-ാം തീയതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ ഈ ജ്യോത്സ്യന്മാരെല്ലാം വിഷുഫലം എന്ന് പറഞ്ഞിട്ട് മേടം 1. അപ്പൊ മേടം 1 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ ഭൂമിയുടെ പിറന്നാള് എന്ന് നമുക്ക് പറയാം, അല്ലെ? അപ്പം ആ ഒരു മറ്റേ കൊല്ലവർഷം അനുസരിച്ചിട്ട് ചിങ്ങം 1 തുടങ്ങുന്നതെങ്കിലും നമ്മള് ഈ പറയുന്ന വേറെ പല കലണ്ടറുകളിലും നമ്മുടെ കേരളത്തിലുള്ള വളരെ കുറച്ചാണെങ്കിലും മറ്റേ ഈ ഭാരതം മുഴുവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെയാണ് ഇതാണ് പുതുവത്സരമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ അതുമായിട്ട് സംബന്ധിച്ച് ആ ഒരു വർഷത്തെ ഫലം, ഈ ഒരു ഈ ഈ മേടത്തിലെ ആ ഒരു കണി കാര്യം, ഞാൻ പരശുരാമന്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം ഒന്നാമതെ നമ്മൾ പൂർവികരായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും, നമ്മൾ ഒരുപാട് ദോഷങ്ങളൊക്കെ സർപ്പങ്ങൾക്ക് ചെയ്തു, അല്ലെ? അറിയാമല്ലോ, സർപ്പസത്രമൊക്കെ നടത്തി. ഈ സർപ്പങ്ങളാണ് ഭൂമിയുടെ അവകാശങ്ങള്. ഇപ്പൊ കേരളത്തിലുള്ളവരൊക്കെ ഒരുപാട് സർപ്പക്കാവുകളൊക്കെ വെച്ചുവിട്ടു. പിന്നെ ജനമേജയൻ ചെയ്ത് അറിയാമല്ലോ, അല്ലെ? ഈ പരീക്ഷത്തിന് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരീക്ഷത്തിന്റെ മകൻ സർപ്പസത്രം നടത്തി സർപ്പങ്ങളെല്ലാം ചുട്ടുകൊന്നു. അങ്ങനെ മണ്ണാറിയ സ്ഥലത്തല്ലേ മണ്ണാറശാല പ്രതിഷ്ഠിച്ചതും, അദ്ദേഹം ഗുരുവായൂർ വന്ന് 41 ദിവസം ഭജന ഇരുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? കലിയുഗ ആരംഭത്തില്. അപ്പൊ അങ്ങനെ ഒരുപാട് പൂർവികരായിട്ട് ചെയ്തു വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് മാറാൻ വേണ്ടി നമ്മൾ വിഷ്ണു കണി വെക്കുന്നത്, അല്ലെ? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വർഷം മുഴുവനും നമുക്ക് നല്ല ഫലം തരണേ. അപ്പൊ ഭഗവാനെ കണ്ട് നല്ല വിഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ കണി കണ്ട് ആ ഒരു വർഷത്തെ ഫലം മുഴുവൻ നല്ലതാകാൻ വേണ്ടിയിട്ട്. ചില സമയത്തെ വിഷുഫലം
വളരെ നല്ലതായിട്ടും ഈ ജ്യോതിഷന്മാരൊക്കെ നോക്കുമ്പോൾ ചില സമയത്ത് മോശമായിട്ടും വരും. അതിപ്പം എന്ത് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നത് ഈ ഗ്രഹസ്ഥിതിയാണ്. ആ ഒരു സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടാണ് പറയുന്നത്. അത് മാറി മറിഞ്ഞിരിക്കും. കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ചില സമയത്ത് വിഷുഫലം നല്ലതായിട്ട് വരും, ചില സമയത്ത് മോശമായിട്ട് പറയും. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വിഷു മോശമായത് കൊണ്ടല്ലത്. ആ. ഈ ഗ്രഹസ്ഥിതി ആ കാലചക്രം കറങ്ങി കറങ്ങി തിരിഞ്ഞു വരുമ്പോഴത്തേക്കിനും അറിയാമല്ലോ നമുക്ക്. ഈ ഈ ഗ്രഹങ്ങളെല്ലാം മുന്നോട്ട് കറങ്ങുന്നു. അതിന്റെ ഇടയ്ക്ക് വേറെ രണ്ടുപേര് പുറകോട്ട് കറങ്ങുന്നു. അതാരൊക്കെയാ വക്രഗതിയിലുള്ളത്? ആരാണ് വക്രത്തിൽ വരുന്നത്? രാഹു ആണ്. രാഹുവും കേതു. രാഹുവും കേതുവും. രാഹുവും കേതുവും. ഇപ്പം അങ്ങനെ ഈ രാഹുവും കേതുവും 180 ഡിഗ്രി. ഒരാള് ഇങ്ങോട്ട് മാറും, മറ്റാൾ ഇങ്ങനെ ആവും, മറ്റേ ഇങ്ങനെ 180 ഡിഗ്രിയിലാണ്. വാലും തലയല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് മാറും, മറ്റേ ആൾ ഇങ്ങോട്ട് മാറും, അങ്ങനെ പുറകോട്ടാ കറങ്ങുന്നത്. അപ്പം ഇതിങ്ങനെ കറങ്ങി വരുന്ന ആ കോമ്പിനേഷൻ ചില സമയത്ത് മോശമായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് അവർ റീഡ് ചെയ്യുന്നത്. അപ്പം ലോകത്തിലൊക്കെ യുദ്ധം, അതിഘോരമായ യുദ്ധം നടക്കും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, ഭൂമി കുലുക്കം ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, സുനാമി വരും. ഇപ്പൊ ദേ ജപ്പാനിൽ സുനാമി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അറിഞ്ഞില്ലായിരുന്നോ അത്? ഇപ്പൊ അറിയാം. തൃശ്ശൂര് കണ്ടില്ലേ? ഇത് പടക്കപ്പരയില് ഇതായിട്ട് എന്നിട്ട് ഇപ്രാവശ്യം ഇത് വേണ്ടെന്ന് ഉം. പാറമേക്കാവുകാരൊക്കെ തീരുമാനിച്ചത് കണ്ടില്ല? ആ ന്യൂസ് ഒക്കെ കണ്ടില്ലേ? ആ. അപ്പൊ ആ. അങ്ങനെയുള്ള കുറെ ഫലങ്ങള് ഇങ്ങനെ നോക്കുമ്പോണ്ട്. അതിപ്പം ഇടവമാസത്തിൽ എടുത്തു കഴിഞ്ഞാലും ഫലം ഉണ്ടാകും. പക്ഷെ തുടക്കം ചിങ്ങവും മേടവും ആയതുകൊണ്ട്, ചിങ്ങം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലവർഷ പ്രകാരവും, മേടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊതുവർഷവും മറ്റ് പല കലണ്ടറുകളിലെ ജ്യോതിഷ പ്രകാരവും മേടം തുടക്കമായതുകൊണ്ട്, ആദ്യത്തെ രാശി ആയതുകൊണ്ട് മേടത്തിലെ ഫലമാണ് കൂടുതലും നമ്മൾ കണക്കാക്കേണ്ടതെന്ന് പറയപ്പെടുന്നു. അപ്പൊ അങ്ങനെയാകുമ്പം ഉം. മേടം ആ. ഒന്നിന് ഈ രാശി എല്ലാം കൂടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഫലം പറയുന്നത്. ഈ ഒരു പ്രത്യേക ഒരാളുടെ നോക്കുകയല്ല, മൊത്തത്തിൽ 27 നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ അവർ പറയും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലം പറയും, രാജ്യത്തിന്റെ ഫലം പറയും, ലോകത്തിന്റെ ഫലവും പറയും ഇവര്. ലോകം മുഴുവൻ എങ്ങനെയായിരിക്കാം, നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ ഇത് സംഭവിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് കൃത്യമായിട്ട് ആ ഗ്രഹസ്ഥിതി നോക്കി പ്രവചിക്കുവാണെങ്കിൽ അതിലെ ഒരു 95% ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രമാണെന്നുണ്ടെങ്കിലും അതിൽ കുറെ നിമിത്തവും ദൈവാധീനവും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ പറയുന്ന ഫലം അതുപോലെ വരുവുള്ളൂ. അതുകൊണ്ടാണ് അത്. അല്ല, അതുകൊണ്ട് അത് മോശമാണെന്ന്. ഞങ്ങളുടെ അവിടെ പറയാറുണ്ട്, ആ ദിവസം വരുന്ന നാളുകാർക്ക് നല്ലതല്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ, വിഷുവിന് ദിവസം ഏത് നക്ഷത്രമാണോ വരുന്നത് അവർക്ക് ഒരു വർഷത്തേക്ക് നല്ലതല്ല എന്ന് പണ്ട് മുതലേ അങ്ങനെയൊന്നുമില്ല. കേട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇല്ലല്ലോ അല്ലെ? മാതാജി, അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. ഓക്കെ. നമ്മൾ ആ, എന്താണ് പറയുന്നത്, നമ്മൾക്ക് 27 നക്ഷത്രങ്ങളുണ്ട്. അതിലെ നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങള് വ്യത്യാസങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇപ്പൊ ഞാൻ അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ് പറയുക, ഒന്ന് പുറകിലേക്ക് മാറി നിൽക്കാൻ നോക്കും. ഒരു പേജിലോ അങ്ങനെയൊക്കെയുള്ള പബ്ലിക്കിലേക്ക് പോവാതെ ഒന്ന് പുറകിലേക്ക് മാറി നിൽക്കാൻ നോക്കും. കാര്യം അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വൃശ്ചികം രാശിയാണ് അല്ലെ. വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിന്റെ എന്താണ് ഒരു തേളല്ലേ. തേളെപ്പോഴും ഒളിച്ചിരിക്കുകയല്ലേ മാളത്തിലൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മുൻനിരയിലേക്ക് വരാതെ, അല്ലെങ്കിൽ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാതെ മാറിയിരിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ്. അങ്ങനെ ഒരുപാട് കുറെ സ്വഭാവങ്ങളുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ. എന്ന് വെച്ചിട്ട് ഈ അനിഴ നക്ഷത്രത്തിൽ ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാർ ജനിക്കുന്നുണ്ട് അല്ലെ. അവർക്കെല്ലാം ഒരേ ഫലമാണോ? അല്ല. അപ്പൊ അത് ബേസ്ഡ് ഓൺ എന്താണ്, ജന്മലഗ്നം. ജന്മലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച സമയത്ത് അപ്പൊ എല്ലാ നാളുകാരും അതിലും നല്ലവരും ഉണ്ട്, മോശവും ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. ആഹ് ഒരുപാട് ക്രൂരന്മാരായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാള് മോശമാണെന്നല്ല. അവരുടെ ജന്മസമയം, അവരുടെ പാസ്റ്റ് കർമ്മം, നമ്മൾ അതുകൊണ്ടല്ലേ ഭഗവത്ഗീത പഠിക്കുന്നത്. പാസ്റ്റ് ലൈഫ്, അവരുടെ ജന്മസമയം, ജന്മലഗ്നം, അതുപോലെ തന്നെ പാസ്റ്റ് കർമ്മഫലം, ഇതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ ദിവസം ജനിച്ച ആളുടെ അത് ഒരിക്കലും അങ്ങനെ മോശമാകത്തില്ല. കാര്യം അത് തന്നെയാണ്, അതിന് ശാസ്ത്രീയപരമായിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഒരു പർട്ടിക്കുലർ ദിവസം ജനിച്ചുകൊണ്ട് മോശമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇരട്ടക്കുട്ടികളുടെ കാര്യം എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ഒരേ സമയത്ത് ഒരേ ടൈമിലാണ്. അതായത് രണ്ട് ജ്യോതിഷന് ഒരു ജ്യോതിഷൻ ഇവർ രണ്ടുപേരും ജാതകം നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഒരുപോലെ എഴുതും. ഇത്ര വയസ്സിൽ കല്യാണം നടക്കും, ഇത്ര വയസ്സിൽ മരിക്കും, ഇത്ര വയസ്സിൽ
എന്നല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തും എന്നെല്ലാം പറഞ്ഞ് എഴുതി. രണ്ടുപേരുടെ ഒരുപോലെ ആയിരിക്കും, പക്ഷെ രണ്ടുപേരുടെ ലൈഫ് രണ്ട് രണ്ടായിട്ട് നടക്കും. അപ്പൊ ജ്യോതിഷം തെറ്റാന്നല്ലേ അതിനർത്ഥം? എന്തുകൊണ്ടാണ് അങ്ങനെ ഉം. പറ്റാത്തത്? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈം ഡിഫറൻസിലാണ് ഇവർ തമ്മിൽ ഉണ്ടായത്. ജ്യോതിഷത്തിൽ ഇത് അറിയാണ്ട് മാർഗ്ഗമില്ല. സെക്കൻഡുകൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഗ്രഹനില ഉണ്ടാക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലേ? ഈവൻ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒറ്റ ഗ്രഹനിലയേ ഉള്ളൂ ജ്യോത്സ്യന്മാരൊക്കെ എഴുതുള്ളൂ. പലതായിട്ട് എഴുതാനായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളൊക്കെ സെയിം ആയിരിക്കും. അതിന്റെ ഡിഗ്രി അളവുകൾ മാത്രം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയുള്ളൂ. ശനിയൊക്കെ 2.5 വർഷം എടുത്തിട്ടാണ് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകുന്നത്. അത്രയും താമസം എടുക്കും. ഒരു രാശിയിൽ 30 ഡിഗ്രിയാണ് ഒരു രാശിക്ക്. ഒരു രാശിയിൽ തന്നെ നിൽക്കുകയാണ്. അത്ര വളരെ ചെറിയ മന്ദഗതിയിലാകുന്ന മന്ദൻ എന്ന് വിളിക്കും. മന്ദഗതിയിലാണ് സഞ്ചാരം. സൂര്യനാണ് കുറച്ചുകൂടെയൊക്കെ വേഗം പോകുന്നത് അല്ലേ? 30 ദിവസം കൊണ്ട് ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പോകും. സൂര്യൻ പോകുന്ന അനുസരിച്ചിട്ടാണ് രാശിക്ക് പേര് വരുന്നത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നൊക്കെ പറയുന്നത്. ചന്ദ്രൻ മാറുന്ന അനുസരിച്ചിട്ടാണ് നക്ഷത്രങ്ങളില് മാറി വരുന്നത്. അല്ലെ? ചന്ദ്രൻ നക്ഷത്രാധിപൻ എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ മേടരാശിയിൽ നിൽക്കുന്ന എത്ര? 2.25 ദിവസമാണ്. 2.25 ദിവസം മേടരാശിയിൽ നിൽക്കുമ്പം 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. 3 നക്ഷത്രങ്ങൾ എന്ന അശ്വതി, ഭരണി, കാർത്തിക, കാല്. 2.25. അടുത്തത് ഇടവത്തിലേക്ക് കയറുമ്പം ചന്ദ്രൻ കയറുമ്പോഴത്തേന് അവിടെ എന്താണ്? ഇതിന്റെ മുക്കാൽ അല്ലേ? ഇതിന്റെ മുക്കാല് അശ്വതി, ഭരണി, കാർത്തികയുടെ മുക്കാലും, പിന്നെ കാർത്തിക ഭരണി ഫുള്ള്, അതുപോലെ തന്നെ രോഹിണി കാല്. അല്ല, കാലെല്ലാം ഇതിപ്പോ കാല്. മുക്കാലിന്റെ ബാക്കി കാലായി, ഒന്നേകാലായി, ഒന്നേകാലും ഒന്നും, രോഹിണി ഫുള്ള്. അങ്ങനെ അങ്ങനെ 2.25 എന്നുള്ള കണക്കെടുത്തിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ 12 × 2.25 27 ദിവസമൊക്കെ ആയി വരുന്നത്. 27, 28 ഇങ്ങനെ അങ്ങനെ കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത്. 27 നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ കടന്നു പോകും. ആ, ഈ പറയുന്ന ആ, ഈ പറയുന്ന ആ ഒരു ചക്രത്തിൽ 12 രാശിയിൽ കൂടെ. മനസ്സിലായില്ലേ? അപ്പൊ 27 നക്ഷത്രങ്ങളും കടന്നു പോകും. അപ്പൊ ഉം. ഇങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ അതിനുള്ളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചന്ദ്രൻ ആ 4-ാമിടത്താണെങ്കിൽ ഇന്നതാണ് കാര്യം. അല്ലെ സൂര്യൻ ഇത്ര 11-ാമിടത്ത് വ്യാഴം നിൽക്കുകയാണെങ്കിൽ ഗജകേശ്രീ യോഗവും അങ്ങനത്തെ പല പല യോഗങ്ങളും പറയുന്നുണ്ട്. പക്ഷെ 11-ൽ വ്യാഴം നിൽക്കുന്ന എല്ലാവരും ഗജകോശ്രീ യോഗമാണോ? അല്ലല്ലോ. രാജാവായിട്ട് മാറുമോ? പ്രധാനമന്ത്രിയായിട്ട് വരുമോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ആ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഗ്രി അളവ് വരെ ആ അതുവരെ ഒരാളുടെ ഫലത്തെ നിശ്ചയിക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചനുസരിച്ചിട്ട് നമ്മളുടെ കർമ്മഫലവും അതുപോലെ തന്നെ എന്താണ് മാറി. മെയിനായിട്ട് കർമ്മഫലവും കൂടെ കൂടി ഇതിന്റെ വരും. ബർത്ത് ടൈം, ജന്മലഗ്നം എന്ന് പറയും. ആ എന്ന് എഴുതുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് ബർത്ത് ടൈം ആണ്. അടുത്തത് ശ്ലോകം 5 നമ്മൾ നോക്കുന്നത്. ദൃഷ്ടാനുയാന്ത ഋഷിയാ ഋഷിമാത്മജ അപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിതദൂർണസൂതസ്യ ചിത്രം തദ്വീഷ പൃച്ഛതി മുനൗ ജഗതുസ്തവാസ്തി സ്ത്രീപുംഭിതാം നതു സുതസ്യ വിവിക്തദൃഷ്ടേ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ദൃഷ്ട്വാനുയാന്തം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയ പരിദദുർന സുതസ്യ തദീക്ഷ്യാ പൃച്ഛതി മുനൗ ജഗത്സ്തു വാസ്തി സ്ത്രീപുംവിദാ നതു സുതസ്യ വിവിക്തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഋഷ്വാനുയാന്തമൃഷിമാത്മജം അപ്യനഗ്നം ദേവ്യോ കിയ പരിതദുർന സുതസ്യ ചിത്രം തദ്വേഷ പൃച്ഛതി മുനോ ജഗതുസ്തവാസ്തി സ്ത്രീപുംസിദാനതു സുതസ്യ വിവിക്തദൃഷ്ടേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശോഭന മാതാജി.
കേൾക്കത്തില്ല. അപ്പൊ അടുത്ത് നമ്മൾ ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ ദൃഷ്ട്വാ ദർശിക്കയാൽ അനിയാന്തം പിന്തുടരുന്നു. ഋഷിയും ആത്മജം അദ്ദേഹത്തിന്റെ പുത്രൻ അഭി ആയിരുന്നാലും നഗ്നമല്ലാത്ത ദേവ്യ സുന്ദരികളായ കന്യകമാർ ഹ്രിയ ലജ്ജയാൽ പരിതതു ശരീരം മറച്ചു അല്ല സൂതസ്യ പുത്രൻ പുത്രന്റെ വിവിക്ത പവിത്രീകരിച്ചു ദർശിക്കുന്ന ഒരുവന്റെ. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭ ജയ ശ്രീലപ്രഭ തന്റെ പുത്രനെ അനുഗമിക്കുന്ന ശ്രീ വ്യാസദേവനെ ദർശിച്ചുടൻ ശ്രീ വ്യാസദേവൻ സ്വയം നഗ്നനല്ലായിരുന്നിട്ട് നഗ്നരായി സ്നാനം ചെയ്തുകൊണ്ടിരുന്ന സുന്ദരികളായ യുവകന്യകമാർ ലജ്ജയാൽ അവരുടെ മേനിയെ ആടകളാൽ ആവരണം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രൻ അതുവഴി പോയപ്പോൾ അവർ അപ്രകാരം ചെയ്തില്ല. ഇതേക്കുറിച്ച് മുനി അവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ ആകയാൽ അവൻ അവരെ കണ്ടപ്പോൾ സ്ത്രീ എന്നും പുരുഷനെന്നുള്ള വേർതിരിവ് കാണുന്നില്ല എന്നും എന്നാൽ മുനിക്ക് അത്തരം വേർതിരിവ് ഉണ്ടെന്നും യുവതികൾ പ്രതിവചിച്ചു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്താണ്, നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ഒരാഴ്ചയും കൂടെ കടന്നുപോയായിരുന്നു. വിഷു ആഘോഷിച്ച് അങ്ങനെ ഒരാഴ്ച കടന്നു പോയപ്പോൾ തന്നെ എല്ലാവരും മറന്നു പോകാനായിട്ടാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ് ഈ പറയുന്നതെന്ന് ഉള്ളത് നമ്മൾ ലാസ്റ്റ് കേട്ടിരുന്നവരറിയാം. മറ്റേ ആ മാതാജിയുടെ പേരെന്താണ്, ശശികല മാതാജി. അത് കൃത്യമായിട്ട് ആ മാതാജി അതിനെപ്പറ്റി വിശദമായിട്ട് പറയുകയും ചെയ്തു. മാതാജി സമ്മറി എടുത്തപ്പോ. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഭാവാർത്ഥം വായിച്ചിട്ട് നമുക്ക് സമയം കുറച്ചങ്ങ് പോയായിരുന്നു, ഒരു 10-15 മിനിറ്റ് പോയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാം. കൃഷ്ണകുമാരി മാതാജി ഒന്ന് വായിച്ച് ഭാവാർത്ഥം. കൃഷ്ണ. ഭാവാർത്ഥ ഭഗവത്ഗീത 5:18 ഇപ്രകാരം പ്രസ്താവിക്കുന്നു: വിദ്യയും വീര്യവുമുള്ള ബ്രാഹ്മണരിലും ഗോവിങ്കിലും ചണ്ടാളനിലും അല്ലെങ്കിൽ നായയെ ഭക്ഷിക്കുന്നവൻ നായയിലും ആത്മീയവീക്ഷണമുള്ള ജ്ഞാനികൾ തുല്യദർശനമുള്ളവരാകുന്നു. ശ്രീല സുഖദേവ ഗോസ്വാമി ഈ അവസ്ഥ പ്രാപ്തമാക്കി. ആകയാൽ അദ്ദേഹം സ്ത്രീയെയും പുരുഷനെയും ദർശിക്കുന്നില്ല. സമസ്ത ജീവാത്മാക്കളെ വ്യത്യസ്ത ആടങ്ങളിൽ അദ്ദേഹം ദർശിക്കുന്നു. ഒരു ശിശുവിനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് ശിശു എത്രത്തോളം നിഷ്കളങ്കനാണെന്ന് മനസ്സിലാകുന്നത് പോലെ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വ്യക്തിയുടെ മനസ്സെ അയാളുടെ ചേഷ്ടയിലൂടെ നിരീക്ഷണങ്ങളുടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ശ്രീ സുഖദേവ ഗോസ്വാമി 16 വയസ്സുള്ള യുവബാലനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ശരീര ഭാഗങ്ങളും പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല, ആ സ്ത്രീകളെ പോലെ അദ്ദേഹം നഗ്നനായിരുന്നു. എന്നാൽ ശ്രീ സുഖദേവ ഗോസ്വാമി ലൈംഗിക ബന്ധങ്ങൾക്ക് അതീതനാകയാൽ അദ്ദേഹം നിഷ്കളങ്കനായി പ്രാദുർഭവിച്ചു. യുവതികൾ അവരുടെ സവിശേഷ യോഗ്യതയാൽ തക്ഷണം ഇത് മനസ്സിലാക്കുകയാൽ അദ്ദേഹത്തെ അവർ ഗൗരവത്തിലെടുത്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് കടന്നുപോയപ്പോൾ അവർ ശീഘ്രം ആടകൾ അണിഞ്ഞു. യുവതികൾ തികച്ചും അദ്ദേഹത്തിന്റെ പുത്രിമാരെ പോലെയോ പൗത്രിമാരെ പോലെയോ ഒക്കെ ആണെന്നിരിക്കലും ശ്രീല വാസദേവൻ ഗൃഹസ്ഥാശ്രമയെ അവതരിച്ചിരിക്കയാൽ സാമൂഹ്യ മര്യാദ അനുസരിച്ച് അവർ വ്യാസദേവന്റെ സാമീപ്യത്തിന് അനുചിതമായി പ്രതികരിച്ചു. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള വേർതിരിവ് ഉണ്ടാകണം. അല്ലാത്ത പക്ഷം അയാൾക്ക് ഒരു ഗൃഹസ്ഥാശ്രമി ആയിരിക്കുക സാധ്യമല്ല. ആകയാൽ സ്ത്രീ എന്നും പുരുഷനും എന്നുള്ള യാതൊരു അഭിനിവേശവും കൂടാതെ ശരീരവും ആത്മാവും തമ്മിലുള്ള വേർതിരിവ് അറിയാൻ ഒരാൾ നിശ്ചയമായി യത്നിക്കണം. ആ വിധമുള്ള വേർതിരിവ് നിലനിൽക്കുന്നിടത്തോളം കാലം സുഖദേവ ഗോസ്വാമിയെ പോലെ ഒരു സന്യാസിയായി തീരുവാൻ ഒരുവൻ ഒരിക്കലും ഉദ്യമിക്കരുത്. കുറഞ്ഞപക്ഷം തത്വത്തിലെങ്കിലും ജീവാത്മാക്കൾ സ്ത്രീയോ പുരുഷനോ അല്ലെന്ന ഒരാൾ നിശ്ചയമായി നിരപേക്ഷമായി മനസ്സിലാക്കണം. എതിർലിംഗത്തെ ആകർഷിക്കാനല്ല, ഭൗതിക പ്രകൃതിയുടെ പദാർത്ഥത്താൽ ബാഹ്യ അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ലൈംഗിക ആകർഷണത്തിൽ വ്യാമോഹിതരായി കഴിയപ്പെട്ട ഈ ഭൗതിക അസ്തിത്വത്തിൽ ഒരാൾ നിൽക്കുന്നു. ഈ അസന്മാർഗ ഉപരിയാണ് വേർതിരിവിനുപരിയാണ് ഒരു മുക്താത്മാവ്. അയാൾ ഒരു ജീവാത്മാവിനെ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദർശിക്കുന്നില്ല. അയാൾക്ക് അവയെല്ലാം ഏകവും ഒരേ സത്തയുമാകുന്നു. ആത്മീയ വീക്ഷണത്തിന്റെ പരിപൂർണത മോക്ഷാവസ്ഥയാകുന്നു. ശ്രീല സുഖദേവ ഗോസ്വാമി ആ അവസ്ഥ പ്രാപ്തമാക്കി. ശ്രീല വാസുദേവൻ അതീന്ദ്രിയ പദവിയിലാണെങ്കിലും അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ സാമാന്യ ആചാര്യ മര്യാദ അനുസരിക്കുക മുക്താത്മാവായി ഭവിച്ചില്ല. പക്ഷെ നമ്മളിപ്പോ ഇവിടെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടത് ഇദ്ദേഹം ആരാണെന്നാണ് പറഞ്ഞത്? ആർക്കാ ഓർമ്മയുള്ളത്? ആരാണ് ഈ സുഖദേവ ഗോസ്വാമി? സുഖബ്രഹ്മർഷി എന്ന് പറയുന്ന ആളാരാണ്? എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ് എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തായിരുന്നു.
ഗോലോകത്തിൽ നിന്ന് തത്തയായിരുന്നു. ഗോലോകത്തിൽ നിന്ന് നമ്മുടെ വൃന്ദാദേവി അല്ലെങ്കിൽ തുളസി മഹാറാണിയുടെ സേവികയായിട്ടുള്ള പ്രധാനപ്പെട്ട തത്തയായിരുന്നു അല്ലെ. അവിടെ നിന്ന് ശാപം കിട്ടിയിട്ട് നേരെ എന്താണ് ഭാഗവതം ഇവിടെ കേൾക്കുന്നുണ്ട്. അതുവഴിയായിരുന്നു ഈ തത്തയുടെ സഞ്ചാരം അല്ല. അങ്ങനെ വൈകുണ്ഠം വന്നു, വൈകുണ്ഠത്തിൽ നിന്ന് കൈലാസത്തിലെത്തി, കൈലാസത്തിൽ നിന്ന് മഹാദേവൻ അവിടെ നിന്ന് ഓടിച്ചു. മഹാദേവൻ പാർവതിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവിടെ നിന്ന് ഓടിച്ചിട്ട് നേരെ ഈ ഈ പറയുന്ന ജബാലി അല്ലെ, ജബാലി എന്ന് അങ്ങനെ കണ്ടാണ് ഇതിന്റെ ഭാര്യ, വ്യാസദേവന്റെ ഭാര്യയുടെ പേര്. അവരിങ്ങനെ ഭാഗവതം കേട്ട് ഉറങ്ങിയപ്പം അവരുടെ വാ പൊളിച്ചായിരുന്നു ഇരുന്നത്, വായിക്കാത്തേക്ക് കയറി. അങ്ങനെ അത് വളരെ സാധാരണപ്പെട്ട ഒരാളല്ല. കാര്യം ഈ ഭാഗവതം മുഴുവൻ ആര് ശ്രവിച്ചിട്ടുള്ളതാണ്? ഈ സുഖദേവ് ഗോസ്വാമി. എവിടെ നിന്ന് കേട്ടിട്ടുള്ള? വൈകുണ്ഠത്തിൽ നിന്നും, കൈലാസത്തിൽ നിന്നും, അതുപോലെ തന്നെ ഗോലോകത്തിൽ നിന്നും എല്ലാം ഭാഗവതത്തെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്വന്തം പിതാവായിട്ടുള്ള ഈ പറയുന്ന വ്യാസദേവനിൽ നിന്നും ഇദ്ദേഹം വയറ്റിലായിരുന്ന സമയത്തും കേട്ടിട്ടുള്ളതാണ്. അപ്പം ഭാഗവതത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ ഭൗതിക ലോകത്തിലേക്ക് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി ആലോചിച്ചു അല്ലെ. മായ പിടിക്കുമല്ലോ അല്ലെ. മായ പിടിച്ച് അന്ധകാരത്തിൽ മുങ്ങി, അറിയാലോ നമ്മളെയൊക്കെ പിടിച്ചിരിക്കുന്ന പോലത്തെ മായ പിടിക്കുന്ന വെച്ച് ഇദ്ദേഹം അവിടെ തന്നെ ഗർഭത്തിൽ 16 വർഷത്തോളം അവിടെ ഇരുന്നു, പുറത്തു വരായിരുന്നു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു, എന്താണ്? മായ പിടിക്കാതിരിക്കാനായിട്ട്. വ്യാസദേവൻ ഭഗവാനെ ചെന്ന് കണ്ടു. അങ്ങനെ ഈ പറയുന്ന വാക്ക് കൊടുത്തു, മായ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാക്ക് തരാം, നീ പുറത്തേക്ക് വരാതെ പറ്റത്തില്ല. പ്രകൃതിയുടെ നിയമമല്ലേ. ഒരു കുട്ടി എത്ര നാള്, നമുക്കറിയാം ദിതി ഇതുപോലെ തന്നെ 1000 വർഷം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു ഗർഭത്തെ. അതായത് ആ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നാശമാകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ബ്രഹ്മദേവൻ എല്ലാം ഇടപെട്ടിട്ടാണ് ആ ദിതി ആ ഗർഭത്തെ പുറത്തേക്ക് വിട്ടത്. ആരായിരുന്നു? മഹാസുരന്മാരായിരുന്നു. ആദ്യത്തെ അസുരന്മാരുടെ തുടക്കം അങ്ങനെയായിരുന്നു അല്ലെ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും 1000 വർഷം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം ഉണ്ടായത്? അത് കഴിഞ്ഞിട്ട് സർവ്വലോകനാശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള 2 പുത്രന്മാരൊക്കെയാണ് ദിതി ജന്മം കൊടുത്തത്. അതാണ് സ്ത്രീകൾ അല്ലെ, സ്വന്തം ജ്യേഷ്ഠത്തിയോട് അസൂയ തോന്നി അങ്ങനെ ചെയ്ത പരിപാടിയാണ് അല്ലെ. അപ്പം ഉണ്ടായ പുത്രന്മാരോ ലോകത്തിന് സർവനാശം വിതച്ചു. ഇതേപോലെ ഇവിടെ ഈ ഈ ഇദ്ദേഹം അങ്ങനെ 16 വയസ്സ് വരെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജനിച്ച പാടെ പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയായിട്ട് വളർന്നു വലുതായി അല്ലെ. അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച ഉടൻ തന്നെ ഇപ്പൊ 16 വയസ്സുള്ള ഒരു കുട്ടിയായി. അപ്പൊ എന്താണ്, മുടിയെല്ലാം നല്ല മുട്ടിന് താഴെ മുടിയായി, ശരീരം മുഴുവൻ രോമം, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു യുവാവ്. 16 വയസ്സുള്ള ഒരു കുട്ടി എന്തുമാത്രം വളർച്ചയുണ്ട് അന്നത്തെ കാലത്ത്. അത്രയും വളർച്ചയുള്ള ഒരു പൂർണ്ണ യുവാവായിട്ടാണ് ഈ പറയുന്ന ശുഗ ബ്രഹ്മർഷി. അപ്പൊ ഈ ശുഗ ബ്രഹ്മർഷിക്ക് എന്താണ്, നേരെ അച്ഛൻ ആരാണെന്നോ അമ്മയാണെന്നോ സാധാരണ കുട്ടിയാണെന്ന് കരഞ്ഞ് നിലവിളിച്ച് അമ്മയുടെ അടുക്ക പാല് കുടിക്കുകയാണല്ലോ ആദ്യം ചെയ്യുന്നത്. ഒരു 16 വയസ്സുള്ള കുട്ടി എന്ത് ചെയ്തു? നേരെ അവിടെ നിന്ന് അച്ഛനെയും അമ്മയും ഒന്നും തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് വനത്തിലേക്ക് തപസ്സിനായിട്ട് പോവുകയാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന ഈ ഇങ്ങനെയുള്ള, അതായത് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിരക്തി നേടി എന്താണ് ബ്രഹ്മം എന്ന് പറയും അല്ലെ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇതേ ബ്രഹ്മവാദിയായിരുന്നു നരനാരായണ ഋഷികള്. അല്ല, നരനാരായണ ഋഷികളല്ല, സനൽകുമാര ഋഷികള്, 4 കുമാരന്മാര്. അവര് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാന്റെ രൂപം കണ്ടു, ഭഗവാന്റെ തുളസീഗന്ധം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ ബ്രഹ്മവാദി എന്നുള്ളതിൽ നിന്ന് ഇതിലേക്ക് വന്നത്, കൃഷ്ണ കോൺഷ്യസിലേക്ക് വന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചൈതന്യം. ബ്രഹ്മ ഉപാസകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലെ. കാര്യം ഭഗവാൻ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു ഭഗവാന്റെ ആ ഒരു രൂപമോ അങ്ങനെയൊക്കെയുള്ള അതിലൊന്നും ഒരു ആകർഷണമില്ല അല്ലെ. മുഴുവനും ബ്രഹ്മം, എല്ലായിടത്തും ബ്രഹ്മം, സർവം ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, മുഴുവനും ബ്രഹ്മം അല്ലെ. സർവ്വം ബ്രഹ്മമാണെന്നുള്ള ഒരു അവസ്ഥയിൽ ഉപാസിക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് അല്ലെ. ഭഗവാന് രൂപമുണ്ട്, ഭഗവാനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, പ്രേമം, ആ ഒരു ലെവല് വരുന്നില്ല ബ്രഹ്മത്തില്. അപ്പൊ അങ്ങനെ ഈ ബ്രഹ്മോപാസകനായിട്ടുള്ള ഇദ്ദേഹം എന്ത് ചെയ്യാണ്?
പരിസരങ്ങളോ അതുപോലെ തന്നെ ആൾക്കാരോ എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത് അല്ലെ, എല്ലാവരെയും. അതുപോലെ ഞാനെന്നോ നീയെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അതുപോലെ ഒരു പട്ടിയെന്നോ പൂച്ചയെന്നോ ഉറുമ്പെന്നോ അങ്ങനെയൊന്നും വ്യത്യാസമില്ല. സർവ്വ ജീവജാലങ്ങളെ ഒരേപോലെ കാണുന്ന ആ ഒരു സർവ്വതും ബ്രഹ്മമാണ്, എല്ലായിടത്തും ബ്രഹ്മം അല്ലെ. നമ്മുടെ ചുറ്റുപാട് ചുറ്റും കാണുന്ന എന്നിലുള്ള അതേ ബ്രഹ്മം സർവ്വ സ്ഥലത്തും ബ്രഹ്മം തന്നെയാണ് അല്ലെ. ഈ അന്തരീക്ഷത്തിലെ ചെടികളിലെ ജീവജാലങ്ങളിലെ എല്ലായിടത്തും ബ്രഹ്മം. അങ്ങനെ പോകുന്ന ആള് എന്താണ്, അദ്ദേഹം വസ്ത്രമുണ്ടോ, അദ്ദേഹത്തിന്റെ ശരീരമാകുന്ന ഈ വസ്ത്രമല്ലേ, ആ അദ്ദേഹം ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രം ഇട്ടുകൊണ്ടല്ലേ പോകുന്നത്. ആ വസ്ത്രത്തിനോ ഒന്നും തന്നെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടില്ല, അദ്ദേഹം വസ്ത്രം ധരിച്ചിട്ടില്ല, ഉടുതുണി ഇല്ലാതെയാണ് ഇദ്ദേഹം യാത്ര തിരിക്കുന്നത്. അപ്പം വഴിയിൽ ഇത് ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നുന്നില്ല. അത് ഭയങ്കര അതിശയമായി പോയി. അല്ല, ഇദ്ദേഹം പിന്നെ നൂൽബന്ധം ഇല്ലാതെ പോകുന്നത് കണ്ടിട്ട് ഒരു മനുഷ്യരൊന്നും ഒരു കളിയാക്കുവോ തിരിഞ്ഞു നിൽക്കുവോ അത് ചെയ്യുവോ ഇത് ചെയ്യുവോ നീ എന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് പോലും ആരും ചോദിച്ചിട്ടില്ല. കാര്യം എന്താണ്, അദ്ദേഹം എന്താണ് സർവ ഇന്ദ്രിയ നിഗ്രഹവും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ പോകുന്നത്. അതുപോലെ ആ വ്യക്തിയുടെ മനസ്സും അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ എല്ലാവരോടുള്ള ഭാവവും സർവ്വതിലും ബ്രഹ്മം കാണുന്നത് കൊണ്ട് ഒരാൾക്കും അദ്ദേഹത്തെ എന്താണ് ഒന്ന് അപമാനിക്കാനോ അല്ലെങ്കിൽ ഈ തുണി ഉടുത്തിട്ട് വാടാന്ന് പറഞ്ഞ് ഓടിച്ചു വിടാനോ അങ്ങനെയൊന്നും ഒരാൾക്കും തോന്നിയില്ല. അങ്ങനെ ഇദ്ദേഹം ഇപ്പൊ വ്യാസദേവൻ പുത്ര പുത്ര എന്ന് പറഞ്ഞ് പുറകെ പോകുന്നു. അങ്ങനെ ഒരു കുളക്കടവിൽ ചെന്നപ്പോൾ നോക്കിയപ്പോ അവിടെ സ്ത്രീകള് നഗ്നരായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നഗ്നരായ സ്ത്രീകള് ഇദ്ദേഹം ഇതുപോലെ ഈ അവരുടെയൊക്കെ അതേ പ്രായത്തിലുള്ള ഒരു യുവാവ്, ഒത്ത ശരീരത്തോടു കൂടിയുള്ള ഒരു യുവാവ് പൂർണ്ണ നഗ്നനായിട്ട് അതുവഴി പോകുന്നത് കണ്ടിട്ട് അവർക്കാർക്കും യാതൊന്നും തോന്നിയില്ല. അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജലക്രീഡകളും എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. ആ സ്ത്രീകൾ ആരും തന്നെ അവിടെ നിന്ന് മാറിയില്ല, ഒന്നും ചെയ്തുമില്ല. അതിന്റെ പുറമെ വ്യാസദേവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വ്യാസദേവനെ കണ്ടപ്പോൾ അവരെല്ലാം ഓടി എന്ത് ചെയ്തു, അവരുടെ വസ്ത്രം എടുത്ത് അവരുടെ മാറെല്ലാം മറച്ചു, അവരുടെ നഗ്നത മറച്ചു. അപ്പൊ വ്യാസദേവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ മുന്നേ പോയ ആളെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നാഞ്ഞതും ഞാന് എന്താണ് ഒരു സന്യാസിയായ ഞാൻ വന്നപ്പോൾ നിങ്ങള് നഗ്നത മറച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ ആ സ്ത്രീകള് വ്യാസദേവനോട് പറഞ്ഞ ഉത്തരമാണ് നമ്മൾ കണ്ടത്. എന്തായാലും സ്ത്രീകൾ പറഞ്ഞത്, അങ്ങ് ഒരു ഗൃഹസ്ഥാശ്രമിയാണ് അല്ലെ, സ്ത്രീ എന്നും പുരുഷൻ എന്നുള്ള ഭേദം അങ്ങേക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങയെ കണ്ടപ്പോൾ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ നഗ്നത മറച്ചത്. പക്ഷെ അങ്ങയുടെ പുത്രൻ എന്താണ് അങ്ങനെയൊരു ഭാവമോ ഭേദമോ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് നമ്മളുടെ പുറമേ കാണുന്ന ഒരു സംഭവമില്ല, ഫേസ് എന്താണ് പറയുന്നത്, അപ്പിയറൻസിൽ നിന്ന് തന്നെ ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു നാണം മറയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടില്ല. കാര്യം അവര് എന്താണ് ഇദ്ദേഹം അങ്ങ് പോകുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം പോകുന്നതെന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല. കാര്യം അദ്ദേഹത്തിന്റെ മൂഡ് അതാണ് അല്ല, അദ്ദേഹത്തിന്റെ മൂഡ് ആയിരുന്നത് കൊണ്ടാണ് ഇവരത് ശ്രദ്ധിക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ആള് അല്ലെങ്കിൽ സർവ്വതും ഇന്ദ്രിയ നിഗ്രഹണവും ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി ആ വ്യത്യസ്തമായ രീതിയിൽ ദർശിക്കുന്നില്ല. അയാൾക്ക് അവയെല്ലാം ഏകവും ഒരേ സത്തയുമാകുന്നു, എല്ലാം ഏകമാകുന്നു, എന്നാൽ ഒരേ സത്തയുടെ ഭാഗമായിട്ടും അയാൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം എന്താണ് പൂർണ്ണമായിട്ടുള്ള മോക്ഷാവസ്ഥയാണ് ഇത് പറയുന്നത്. എല്ലാരിലെയും എല്ലാത്തിനെയും ഒന്നായിട്ട് കാണുന്ന ആ ഒരവസ്ഥ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളെ ദർശിക്കാത്ത അവസ്ഥ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരാള് ഒരു മോക്ഷാവസ്ഥയിലായിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വ്യാസദേവന്റെ വ്യത്യാസം എന്ന് അതീന്ദ്രിയ പദവിയിലാണെങ്കിലും അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ സാമാന്യ ആചാര്യ മര്യാദ അനുസരിക്കായ അദ്ദേഹം മുക്താത്മാവായിട്ട് ഭാവിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ മുക്താത്മാവായിട്ട് ആരും കണക്കാക്കപ്പെട്ടുമില്ല. കാര്യം ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ശ്ലോകം 6. ഇത് ഇത്രയും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് കണ്ടതാണ്. പിന്നെ ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം നമ്മള് ഇതേ രീതിയില് ചില സംഭവങ്ങൾ നമ്മൾ വേറെ കുറച്ച് കഥകളിലും കണ്ടിട്ടുണ്ടല്ലേ. നഗ്നരായിട്ട് കുറച്ച് അപ്സര സ്ത്രീകളും ഒക്കെ ഉള്ളത്. അത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ഏത് ലീലയിലാണ് നമ്മൾ കണ്ടത്?
ദാമോദര ലീലയല്ലേ പ്രഭു? ദാമോദര ലീലയിൽ അല്ലേ? അപ്പൊ നമ്മള് മനസ്സിലായി, ആ നഗ്നരായിട്ട് ആരെങ്കിലും അവരുടെ ആ, ഇത് പ്രദർശിപ്പിക്കണം. അവര് പിൽക്കാലത്ത് ആരായിട്ട് ജനിക്കും? മരങ്ങളാൽ മരങ്ങളായിട്ട്, അല്ലെങ്കിൽ ദാമോദര വൃക്ഷങ്ങളാൽ. വൃക്ഷങ്ങളായിട്ട് ജനിക്കുമെന്ന് നമ്മൾ കണ്ടല്ലേ. ദാമോദര ലീലയിൽ അവര് മാനസരോവരത്തിൽ വെച്ചിട്ട് ഈ കുബേരന്റെ മക്കളായ നളകുബേരനും മണിഗ്രീവനും ഈ മധുപാനം എല്ലാം കഴിഞ്ഞ് നഗ്നരായിട്ട് ആ അപ്സര സ്ത്രീകളിലൂടെ ആ ഇത് ചെയ്യാ ജലകേളികൾ ആടിക്കൊണ്ടിരുന്ന സമയത്ത് നാരദമുനി അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? അപ്സര സ്ത്രീകളെല്ലാം അവര് അവരുടെ നഗ്നത മറച്ച് അവിടെ നിന്ന് കയറി പോവുകയും ഇവര് അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നാരദമുനി ശപിച്ചു വൃക്ഷങ്ങളായി പോകാനായിട്ട്. നമ്മൾ ആ ലീല, ദാമോദര ലീലയിൽ നമ്മൾ അത് കണ്ടിരുന്നു അല്ലെ. ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമ്മൾ പുരാണങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടതും അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ വേറെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ആ പക്ഷെ ഇതേ രീതിയിൽ നമ്മൾ തന്നെ വേറൊരു ലീലയിലും കൂടെ കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ലീലയാണത്? അറിയില്ല. ഗോപി വസ്ത്രാഭരണ ലീല. ആ ഗോപി വസ്ത്രാഭരണ ലീലയിൽ കൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് അത് എന്നുള്ള തത്വം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഭഗവാന് 5-6 വയസ്സേ ഉള്ളു അല്ലെ. ഈ ഗോപസ്ത്രീകള് എന്തായിരുന്നു ചെയ്തിരുന്നത്? ഭഗവാനെ ഭർത്താവായി കിട്ടാനായിട്ടല്ലേ. എപ്പോഴും സദാ ഭർത്താവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭർത്താവ് അല്ല അല്ലെ. എപ്പോഴും ഭഗവാനെ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണം അല്ലെ. ഭരിക്കുന്ന ആള് പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കൊച്ചുകുട്ടിയെ അത്രയും പ്രായം മുതിർന്ന സ്ത്രീകളെല്ലാം കൂടെ ഭർത്താവായിട്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭർത്താവല്ല എന്ന്. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ആളെന്നേ ഉള്ളൂ അർത്ഥമുള്ളൂ അല്ലെ. ആ കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ സ്ത്രീകളാണ്, പുരുഷന്മാരായിട്ട് ആരും ഇല്ല. ഭഗവാൻ മാത്രമേ പുരുഷനുള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞു അല്ലെ. അപ്പം ഭഗവാനാണ് നമ്മളുടെ എല്ലാം ഭർത്താവ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ സ്ത്രീകളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആ സ്ത്രീകളെല്ലാം യമുന എന്ന് പറഞ്ഞ ഒരു പുണ്യ നദിയാണ് അല്ലെ. ആ പുണ്യ നദിയിൽ അവരെന്താണ് വസ്ത്രമില്ലാതെ കുളിച്ചു. അതും പ്രത്യേകിച്ച് വ്രതം എടുക്കുകയാണ്, കാർത്യായനി വ്രതം. കാർത്യായനി ദേവി ആരാണ്? ഭഗവാന്റെ സഹോദരി സ്ഥാനം മഹാമായയാണ് അല്ലെ. കാർത്യായനി മഹാമായേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കാർത്യായനി ദേവിയുടെ വിഗ്രഹം യമുന നദിയിലെ മണ്ണിലൊക്കെ ഉണ്ടാക്കി അവിടെ കാർത്യായനി പൂജ ചെയ്യാനായിട്ട് നദിയിൽ കുളിച്ചത് വസ്ത്രമേ ഇല്ലാതെയാണ്. അപ്പൊ ഭഗവാന് ഈ ഒരു ഇത് നിർത്തണം. കാര്യം വസ്ത്രമില്ലാതെ സ്ത്രീകൾ നദിയിൽ കുളിക്കുകയാണെന്നുള്ള ഒന്നാമത്തെ കാര്യം, പുണ്യ നദിയിൽ വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ല. പിന്നെ എന്താണ് അവിടെ എന്താണ് മറ്റുള്ള ഈ ആ ഒരു ആചാരം അവിടെ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ എന്താണ് ആൾക്കാർ പിന്നെ ഇത് കാഴ്ചക്കാര് ഇതുവഴി വരും. കാര്യം ആ പുണ്യ നദിയുടെ പവിത്രതയെല്ലാം പോകും. ഇത് കാണാനായിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നെ അവിടെ കൂടുതലും വരുന്നത് അല്ലെ. അപ്പൊ അത് നിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഇവരുടെ വസ്ത്രം അവിടെ നിന്ന് മാറ്റി വെച്ചു. അങ്ങനെ അവര് എന്താണ് അവരെ ഈ ഭൗതിക വസ്ത്രം വാസാംസി ജീർണാനി എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്ന ആ ശ്ലോകം, ഭൗതിക വസ്ത്രമല്ല നിങ്ങളുടെ ഈ ആത്മീയ വസ്ത്രം എന്താണ്, ആത്മാവ് എന്താണ്, ശരീരം ഉടുപ്പാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ ഇതുപോലെയുള്ള പുണ്യ നദികളില് വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ലീലയായിരുന്നു അത് അല്ലെ. ഒരു ഉടുപ്പ് മാറി മറ്റൊരു ഉടുപ്പ് ഇടുന്ന പോലെ ദേഹി പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള തത്വമൊക്കെ അവരെ മനസ്സിലാക്കി. ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഭൗതിക വസ്ത്രം ഉപേക്ഷിക്കേണ്ടവരാണ് എന്നുള്ള ആ ഒരു തത്വം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ വ്രതം എടുക്കുകയാണ്, പ്രത്യേകിച്ച് കാർത്യായനി വ്രതം. ആരെ കിട്ടാനായിട്ടാണ്? കാർത്യായനി ദേവി പ്രത്യക്ഷപ്പെടുന്നതിന് പകരം എന്താണ്? കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അവിടെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവർക്ക് സാരോപദേശം നൽകി, അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെ അപരാധം ചെയ്യരുത്. നദിയില് വിവസ്ത്രരായിട്ട് കുളിച്ചു കഴിഞ്ഞാൽ നദിയോട്, പുണ്യ നദികളോട് അപരാധം ചെയ്യണം. ഗംഗയിലോ യമുനയിലോ പ്രത്യേകിച്ച് ആ സപ്ത നദികളിലൊന്നും തന്നെ വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ല എന്നുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. എവിടെ പോയി കഴിഞ്ഞാൽ വസ്ത്രമില്ലാതെ കുളിക്കാണ്ട് പാടില്ല, പുണ്യ നദികൾ പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. 6ാമത്തെ ശ്ലോകം. കഥമാലക്ഷിത പൗരൈഹി സംപ്രാപ്ത കുരുജാംഗലാൻ ഉന്മത്ത മുകുജട വതിചരൻ ഗജസ്വാഹയേ കഥമാലക്ഷിത പൗരൈഹി
സംപ്രാപ്ത ഗുരുജാംഗലാൻ ഉന്മത്തു മൂക ജഡ വദ്വിചരൻ ഗജസ്വാഹേ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ശോഭന മാതാജി അവൈലബിൾ അല്ലേ? ആ ശരി ശരി, ഞാൻ നോക്കട്ടെ. എനിക്ക് കണ്ണിലൊരു കുരുണ്ടേ, ഞാൻ നോക്കി വായിക്കാൻ നോക്കട്ടെ കേട്ടോ. അയ്യോ, ഒന്നും വേണ്ട മാതാജി, കുഴപ്പമില്ല. ഞാൻ കുഴപ്പമില്ല. വായിക്കാൻ പറഞ്ഞു. കഥാമാലാക്ഷിത പൗരോ സംപ്രാപ്ത ഗുരുജാംഗ്ലാൻ ഉന്മത്തമുഖ ജഡാ വിദ്യേജരൻ ജഗ ഗജവാഹ്യ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പിന്റു പ്രഭു. ഹരേ കൃഷ്ണ. പൗരൈ पौरै सम्प्राप्तः गुरु ജാങ്കലാൻ जङ्गलं उन्मत्तमोह ജഡവദ്വിചരൻ ഗജസ്വാഹേ. जडवद्विचरन् गजस्वाहे. हरे कृष्ण. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. കഥം എങ്ങനെ ആലക്ഷിത പ്രത്യഭിജ്ഞാനം ചെയ്യുക, പൗരൈ ജനങ്ങളാൽ, സംപ്രാപ്തമാകുന്നു, കുരുജാംഗല പ്രവിശ്യകൾ, ഉത്തമൻ അല്ലെങ്കിൽ ഭ്രാന്തൻ, മൂകൻ ജഡവൽ മുരടിപ്പിക്കുക, വിചരൻ ചുറ്റിത്തിരിയുക, അലസംഗമം നടത്തുക, ഗജസ്വാഹേ ഹസ്തിനപുരം. ഇവിടെ ആര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്? ആരാണ് അവിടെ വ്യാസാസനത്തിൽ ഇരിക്കുന്ന? ആരാണ്? നമ്മൾ സന്ദർഭം മറന്നുപോയി, തുടക്കത്തിൽ പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിട്ടാണ്. ആരാണ് വ്യാസാസനത്തിൽ ഇരിക്കുന്നത്? സൂത ഗോസ്വാമി അല്ലെ? ഇപ്പൊ ചോദിക്കുന്ന ആരാണ്? ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാണ്? ഈ പറയുന്നതൊക്കെ ആരാണ്? ഋഷി തുല്യരായ അവര് സംശയം ചോദിക്കുന്നതല്ലേ? അതിലെ ചോദിക്കുന്ന ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ശ്ലോകത്തില്, നമ്മൾ ഈ അധ്യായത്തിലെ. ആരാന്ന് ഓർമ്മയുണ്ടോ? ശൗനക ഋഷി, ശൗനക ഋഷിയാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ശൗനക ഋഷിക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെ വ്യാസദേവന്റെ പുത്രൻ ഉണ്ടായതും ഇങ്ങനെ പോയതും ഒക്കെ അല്ലെ? അപ്പൊ ആ കാര്യത്തെ പറ്റിയാണ് ഇത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശൗനക ഋഷി. അപ്പൊ അവിടെ കൂടിയിരിക്കുന്നതിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് ആര്? ശൗനക ഋഷി. അപ്പം മറ്റുള്ളവരുടെ എല്ലാം പ്രതിനിധിയാണ് അല്ലെ? പ്രതിനിധിയെ ഏർപ്പെടുത്തി അവര് ചോദ്യം ചോദിക്കാനായിട്ട് അല്ലെ? കൂടുതൽ സ്റ്റാൻഡേർഡുള്ള വ്യക്തികള് ചോദിച്ചാലേ ശരിയാവുള്ളൂ. മറ്റുള്ളവർക്ക് എന്താണ് നോളജ് കുറവായതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് ഒരു ക്വാളിറ്റി ഇല്ലാതായി പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് അത്രയും യോഗ്യതയുള്ള ഒരു പ്രതിനിധിയെ അവര് ഏർപ്പെടുത്തി ചോദ്യം ചോദിക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ വ്യാസദേവന്റെ പുത്രൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോയി അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. കുരുജാങ്കല ദേശങ്ങളിൽ അലസ ഗമനം നടത്തിയ ശേഷം ഹസ്തിന നഗരത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡൽഹി എത്തിച്ചേർന്നപ്പോൾ ഭ്രാന്തനും മൂകനും മന്ദബുദ്ധിയെ പോലെയും തോന്നിപ്പിച്ച അദ്ദേഹത്തെ അല്ലെങ്കിൽ വ്യാസപുത്രനായ ശ്രീ ശുകദേവ ഗോസ്വാമി നഗരവാസികൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അതായത് എങ്ങനെ ഈ പറയുന്ന ഭ്രാന്തൻ, മൂകൻ, ബദിരൻ, കാര്യം എന്താണ്? ഒരു സാധനവും ഇവിടുന്ന് വരുന്നൊന്നും എന്താണ് കേൾക്കില്ല, കേട്ടാലല്ലേ പ്രശ്നമുള്ളൂ. അതായത് എന്തിനാണ് അത്രയും 16 വർഷം വയറ്റിലിരുന്നത് എന്നാണ് ചുറ്റോട് ചുറ്റുമുള്ള ഇത് മായയാണ് അല്ലെ? ഇത് മായ. ഈ കണ്ണിൽ കൂടെ കാണുന്നതും അതുപോലെ നമ്മൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും എല്ലാം മൊത്തം മായയാണ് അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിന് എന്തായാലും ഇതൊക്കെ സ്പർശിക്കുക. അപ്പൊ അങ്ങനെയുള്ള മൂകനും ബദിരനും അന്ധനുമായിട്ടുള്ള, ശരിക്കും അന്ധതയുണ്ടോ? ഇല്ല. പക്ഷെ ചുറ്റോട് ചുറ്റുമുള്ള കാര്യങ്ങള് കാണുന്നൊന്നും കണ്ടില്ലാന്ന് നടിച്ചു പോകുന്ന ആ ഒരു അന്ധതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ മുഴുവനും അടക്കിയ ആ ഒരു നിയന്ത്രണ ഉള്ള അവസ്ഥയിൽ പോവുകയാണ് അല്ലെ? അപ്പൊ ഈ കുരുജാംഗല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം
ഈ വ്യാസദേവന്റെ ആ വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് നമ്മുടെ ഹസ്തിനപുരം എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലെ? ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനപുരം ഒക്കെ ഇപ്പോഴത്തെ ഡൽഹിയിലാണുള്ളത് അല്ലെ? അവിടം വരെ ചെന്നെത്തിയത് എങ്ങനെയാണ്? ഈ ഗംഗാതീരത്ത് ആഗ്ര ഒക്കെ ചെല്ലുമ്പോഴാണ് ഡൽഹിയിൽ നിന്ന് ഗംഗാതീരം അല്ലെ? അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ നൈമിഷാരണ്യൊക്കെ വരുന്നത്. യു പിയിലെ ഒരു അറ്റത്താണ് വരുന്നത്. അപ്പൊ ഈ പരീക്ഷത്തിന് ഈ പറഞ്ഞ ഇദ്ദേഹം ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്ന അവിടം വരെ ഇദ്ദേഹം എങ്ങനെ ചെന്നെത്തി എന്നാണ് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് അല്ലെ? ഇദ്ദേഹം എങ്ങനെ അവിടം വരെ, ആ യാത്രയിൽ എന്തൊക്കെ സംഭവിച്ചു? അതായത് ഈ അന്ധനും മൂകനും ബധിരനുമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്ന ഈ വ്യക്തി എങ്ങനെ, അതായത് വ്യാസപുത്രനായ ശ്രീ സുഖദേവ് ഗോസ്വാമിയെ നഗരവാസികൾ എങ്ങനെ തിരിച്ചറിഞ്ഞു ഇത് വ്യാസപുത്രനാണെന്നും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പരിവർത്തനം ഈ മൂകാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ അന്ധതയിൽ നിന്ന് അല്ലെങ്കിൽ ബധിരതയിൽ നിന്ന് എങ്ങനെ ഇദ്ദേഹം പരിവർത്തനം സംഭവിച്ച് ഇദ്ദേഹം അറിയപ്പെട്ടു, എങ്ങനെ നഗരവാസികൾ ഇദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞു എന്ന അടുത്ത ചോദ്യമാണ് ശൗനകർഷി ചോദിക്കുന്നത്. ഈ ഭാവാർത്ഥം എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാരി മാതാജി തന്നെ വായിക്കണം എന്ന് തോന്നുന്നു. മാതാജി വായിച്ചോളൂ. ആദ്യമായി ഹസ്തി രാജാവിനാൽ സ്ഥാപിക്കപ്പെട്ടതിനാൽ ഇന്നത്തെ ഡൽഹി പണ്ട് ഹസ്തിനപുരം എന്നറിയപ്പെട്ടിരുന്നു. പിതാവിന്റെ ഗൃഹം ഉപേക്ഷിച്ച ശേഷം സുഖദേവ ഗോസ്വാമി ഭ്രാന്തരെ പോലെ ചുറ്റി സഞ്ചരിക്കാൻ അദ്ദേഹത്തിന്റെ ഉദാത്ത പദവിയെ തിരിച്ചറിയാൻ നഗരവാസികൾക്ക് അതിവേഗമായ പ്രയാസം അനുഭവപ്പെട്ടു. ആകെ ദർശനത്താലല്ല ശ്രവണത്താലാണ് പ്രത്യഭിജ്ഞാനം ചെയ്യുന്നത്. സാധുവിന്റെ വാക്കുകൾ ശ്രമിക്കാൻ തയ്യാറല്ലാത്ത ഒരാൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാവില്ല. ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളെ പ്രതിപാദിക്കാൻ തക്ക കഴിവുള്ള ഒരു സാധുവാണ് ശ്രീ സുഖദേവ ഗോസ്വാമി. സാമാന്യ ജനങ്ങളുടെ ചാബല്യങ്ങളെ പൂർത്തീകരിക്കുകയില്ല. ശ്രീമദ് ഭാഗവത വിഷയം വർണ്ണന ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. അല്ലാതെ മാന്ത്രികനെ പോലെ യാതൊരു ചെപ്പടി വിദ്യയും പ്രദർശിപ്പിക്കാൻ അദ്ദേഹം ഒരിക്കലും ഉദ്യമിച്ചില്ല. പ്രത്യക്ഷത്തിൽ അദ്ദേഹം മന്ദബുദ്ധിയായ മൂഢഭ്രാന്തരെ പോലെ തോന്നിപ്പിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ അതിരേക ഉത്തുംഗമായ അതീന്ദ്രിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിങ്ങനെ പൂർണ്ണമായിട്ടും ഭ്രാന്തനാണെന്നും അല്ലെ മൂഢനാണെന്നും മഠയനാണെന്നൊക്കെ വിചാരിക്കുന്ന പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. ഭയങ്കര ജ്ഞാനമുള്ള ഒരുപാട് ആൾക്കാര്. അതിലെ നമുക്കറിയാം നാറാണത്ത് ഭ്രാന്തൻ അല്ലേ? ഭയങ്കര ജ്ഞാനിയായിരുന്നു അല്ലെ? കണ്ടു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെയുള്ള പ്രവൃത്തികളാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ ഒരുപാട് അർത്ഥങ്ങളും ഉണ്ടായിരുന്നു, അതിന് വ്യാഖ്യാനമൊക്കെ ഉണ്ട് അല്ലെ? അങ്ങനെ പുരാണത്തിൽ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? ഇദ്ദേഹം ഒരു മൂഢനാണ്, മന്ദബുദ്ധിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഈ ഭ്രാന്തനെ പോലെ തോന്നുന്ന ഈ സുഖദേവ് ഗോസ്വാമി സുഖദേവ് ഗോസ്വാമി അദ്ദേഹം എന്താണ് ഈ അതീന്ദ്രിയ ജ്ഞാനം ഉൾക്കൊണ്ട വ്യക്തിയാണ്, സാധാരണ വ്യക്തിയല്ല അല്ലെ? ആരുടെയാണ് പുത്രൻ? വ്യാസദേവന്റെ പുത്രനാണ്. അതുപോലെ തന്നെ ആ വന്നിരിക്കുന്ന ആൾ ആരാണ്? അത് സുഖവുമാണ്, രാധാറാണിയുടെ തത്തയുമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് ഒരു മോശപ്പെട്ടുള്ള വ്യക്തിയല്ല, വെറും ഒരു മഠനല്ല, മൂഢനല്ല, മന്ദബുദ്ധിയല്ല, ഒന്നുമല്ല. അദ്ദേഹം എന്താണ് അതീന്ദ്രിയ ജ്ഞാനിയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ഒരുപാട് അറിവുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം എങ്ങനെ നഗരവാസികൾ ഇദ്ദേഹത്തിനെ എങ്ങനെ തിരിച്ചറിയും? ഇദ്ദേഹത്തിന്റെ മഹത്വം എങ്ങനെ തിരിച്ചറിയും? ഏത് രീതിയിൽ കൂടെ ഇദ്ദേഹം അവരോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ആർക്കുള്ളത്? ഈ പറയുന്ന ഇതേപോലത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്ന് എങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും? മാതാജി ഇതുപോലെ ഒരു ഭ്രാന്തനെ പോലുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യം അറിയാൻ ശ്രമിക്കുക? അടുത്തുനിന്ന് ഓടി ഒളിച്ച് രക്ഷപ്പെടാനായിട്ടല്ലേ ശ്രമിക്കുകയുള്ളൂ. കൂടുതൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുമെന്ന് പറഞ്ഞ്. അതുപോലെ ഇദ്ദേഹത്തിൽ ഒരു അതീന്ദ്രിയത്വം കാണാനായിട്ടുള്ള നമുക്ക് പ്രത്യേകിച്ച് തരത്തിലുള്ള ആന്തരിക ചക്ഷുഷുകളൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്ഥലത്ത് നിന്ന് ഒഴിവായി പോകും. നമുക്ക് അങ്ങനെ കുറെ പേരെ കാണാം. ഒരു ഭയങ്കര വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് എന്തോ ഒളിവിൽ താമസിച്ച് കാശിയിൽ പോയപ്പോ അവിടെ നിന്ന് ഈ അഹോരികളായിട്ടുള്ള നാഗസന്യാസിമാരെ അവരെല്ലാം കണ്ട് അവരുടെ കൂടെ കൂടി
അദ്ദേഹം വലിയൊരു സന്യാസിയായിട്ട് വന്ന് എന്ത് ചെയ്തു, കുറെ ഈ സന്യാസി വൃന്ദത്തിന്റെ തലവനായി അവിടെ തന്നെ. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ഇവിടെ വന്ന് കുംഭമേള നടത്തിയത്. ഈ അടുത്ത മലപ്പുറത്ത് ഏത് ക്ഷേത്രമാണ്? നാവാമുകുന്ദ ക്ഷേത്രത്തിൽ വന്ന് ഇത് നടത്തിയ കാര്യം നമുക്കറിയാമല്ലോ അല്ലേ? അദ്ദേഹം എന്താണ്, നാട്ടിൽ കൂടെ വെറുതെ പാർട്ടിക്ക് ജയ് കൊടി പിടിച്ച് നടന്ന ഒരു വ്യക്തി, എന്താണ് ഇംഗ്ലാവ് വിളിച്ച് നടന്ന ആ ഒരു വ്യക്തി അവിടെ ചെന്ന് എന്താണ് വിശിഷ്ടരായുള്ള വ്യക്തികളുടെ കൂടെ സംഗമം നടത്തി. എന്താണ് അദ്ദേഹത്തിന് കുറെ നല്ല ഒരു ജ്ഞാനം കിട്ടി. എന്നിട്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് ഇത് പകർന്നു കൊടുക്കുന്ന വ്യക്തിയായി. എന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം സ്വന്തം നാട്ടിൽ അദ്ദേഹം നടത്തുകയും ചെയ്തു അല്ലെ? അപ്പം നമ്മൾ ആ ഒരു ആളെ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്പിയറൻസോ ചിലപ്പോൾ തേജസ്സോ ഇതൊന്നും ആയിരിക്കത്തില്ല. അവരുടെ ജ്ഞാനത്തിന്റെ പരിമിതി അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ അളവ് തോത് ഇതൊന്നും ആയിരിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത 7ാമത്തെ ശ്ലോകം. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാം സഹ സംവാദഃ സമഭൂതാദാ യത്രൈഷാ സാത്വതി ശ്രുതിഃ. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദഃ സമഭൂതാദാം യത്രൈഷാ സാത്വതി ശ്രുതിഃ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദാ സമഭൂതാത് യത്രൈഷാ സാത്വതി ശ്രുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദ സമഭൂതാദാ യത്രൈഷാ സാത്വതി ശ്രുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദാത് സമഭൂതാദാ യത്രൈഷാ സാത്വതി ശ്രുതിഃ. ശ്രുതി. ശ്രീല പ്രഭാതയുടെ പ്രധാനപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭാത്. കഥം ഇത് അല്ലെങ്കിൽ എപ്രകാരമാകുന്നു വാ ഔവണ്ണം പാണ്ഡവേയസ്യ പാണ്ഡവ വംശജനായ പരീക്ഷിത്ത് രാജർഷി മുനിയുടെ കൂടെ സഹ സാമീപ്യം സംവാദം സമഭൂൽ സംഭവിച്ചു താത അല്ലയോ വത്സ എത്ര അതിന്മേൽ ഏഷ ഇതുപോലെ സാത്വതി അതീന്ദ്രിയം ശ്രുതി വേദസംസാരം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. മഹാരാജാവ് പരീക്ഷിത്ത് ഈ ശ്രേഷ്ഠ ഋഷിയെ കണ്ടുമുട്ടിയതും അദ്ദേഹത്താൽ അതീന്ദ്രിയ വേദസാരം അല്ലെങ്കിൽ ഭാഗവതം ആലാപനം സാധ്യമാക്കി തീർത്തതും എപ്രകാരമാണ്? അപ്പൊ ഇവിടെ ചോദ്യം വെരി ക്ലിയർ ആണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്താവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഈ മഹാരാജാവ് പരീക്ഷത്തിനെ അദ്ദേഹം എവിടെ വെച്ച് കണ്ടുമുട്ടിയെന്നും അങ്ങനെ ഈ ഭാഗവതം അല്ലെങ്കിൽ ഈ അതീന്ദ്രിയ വേദസാരം ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന നമ്മളിവിടെ കേൾക്കാൻ പോകുന്ന അതീന്ദ്രിയ വേദസാരമായ ശ്രീമദ് ഭാഗവതം ഈ ആലാപനം വരെ എത്തിയത് എപ്രകാരമാണെന്നും ഈ ശൗനകാദി ഋഷികൾക്ക് അത് അവിടെ നിന്ന് കേട്ട സൂത ഗോസ്വാമിയിൽ നിന്ന് അറിയാനായിട്ട് താല്പര്യം തോന്നി. അതായത് ശരിക്കും നടന്ന സ്ഥലത്ത് ഇരുന്ന ആളാരാണ്? സൂത ഗോസ്വാമി. ആ സൂത ഗോസ്വാമിയാണ് ഇവിടെ വ്യാസാസനത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പം പിന്റു പ്രഭുവിന് സംശയം തോന്നുമായിരിക്കും. ഞാൻ കുറെ പേരുടെ പേരൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് അതെല്ലാം കൂടെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറഞ്ഞേക്കാം. ഈ ശ്രീമദ് ഭാഗവതം ഒരുപാട് പേര് ഉപദേശിച്ചിട്ടുണ്ട്. ബ്രഹ്മദേവൻ, മഹാദേവൻ, അതുപോലെ തന്നെ നരനാരായണ ഋഷികള്, നാരദമുനി. അങ്ങനെ നമ്മളിവിടെ പറയുന്ന ശ്രീമദ് ഭാഗവതം ഈ വായിക്കുന്ന ശ്രീമദ് ഭാഗവതം ഇത് സൂത ഗോസ്വാമി എന്ന് പറയുന്ന ആ ഒരു സന്യാസി വര്യൻ ശൗനകാദി ഋഷികൾക്ക് ആയിരക്കണക്കിന് ഋഷിമാരിയിരിക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഒരു സദസ്സാണ്.
ഉത്തർപ്രദേശിലുള്ള ഇപ്പൊ നമ്മൾക്ക് ടൂറിന് പോകുന്നവരെല്ലാം തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലമാണ്. ഭാഗവതമൊക്കെ ആയിട്ട് പോയി അവിടെ ഇരുന്ന് വായിക്കണം എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് ഋഷിമാര് 10,000-കണക്കിന് കൊല്ലം അവിടെ ഭാഗവത സത്രം നടത്തിയ സ്ഥലമാണ്. അത്ര പവിത്രമായ സ്ഥലമാണ് അല്ലെ. അവിടുത്തെ അന്തരീക്ഷത്തിനും കാറ്റിനും ഒക്കെ തന്നെ ഭയങ്കര പവിത്രതയാണ്. കാര്യം ഭാഗവതത്തിന്റെ എനർജി അവിടെ ഉണ്ട്. അപ്പൊ ഈ നൈമിഷാരണ്യം എന്ന് പറഞ്ഞ UP-യിലുള്ള ആ സ്ഥലത്തിരുന്ന് സൂത ബ്രഹ്മർഷി അല്ലെങ്കിൽ സൂത ഗോസ്വാമി എന്നാണ് നമ്മൾ പറയുന്നത്. ഗോസ്വാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തി. അപ്പൊ ആ സൂത ഗോസ്വാമി ശൗനക ഋഷികൾ, ശൗനകൻ ആദിയായിട്ടുള്ള ആയിരക്കണക്കിന് ഋഷിമാരോട് പറഞ്ഞു കേൾപ്പിക്കുക ആണ് ഭാഗവതം. അവിടെ ഇരുന്ന് നമ്മൾ ഈ വായിക്കുന്ന ഭാഗവതം സൂത ശൗനക സംവാദമാണ്. നമ്മൾ ഈ വായിക്കുന്ന ശ്രീമദ് ഭാഗവതം സൂത ശൗനക സംവാദം. സംവാദം എന്ന് പറഞ്ഞാൽ ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ബിറ്റ്വീൻ സൂത ഗോസ്വാമി ആൻഡ് ശൗനകാദി ഋഷികൾ. ശൗനക is not one, there are many, but we are calling as Many. the leader is Shaunaka. Okay, Oh, so very clear, right? yes, sir. So how Yes. Suda Goswami is getting this knowledge? From where he heard? From where he heard this Srimad Bhagavatam? How he can tell? If he is telling something from him, from his own knowledge or from someone heard, it is not authorized. It is not considered as authorized. So he should get it from an authorized source. What is that source? ആ സോഴ്സ് ആണ് ഇത്. ഒറിജിനലി നടന്നത് എവിടെയാണ്? ഈ സംവാദം ശരിക്കും നടന്നത് ഗംഗാ തീരത്ത് വെച്ചിട്ട് ഹസ്തിനപുരിയില്. ഹസ്തിനപുരി എവിടെയാണ്? ഈ കൗരവരുടെ പാണ്ഡവരുടെ ആസ്ഥാനം അല്ലെ. അവിടെ വെച്ചിട്ട് പരീക്ഷിത് മഹർഷിയെ അല്ലെ പരീക്ഷിത്ത് രാജാവിനെ തക്ഷകൻ കടിച്ചു മരിക്കും എന്ന് പറഞ്ഞ് ശമീക ഋഷിയുടെ മകനായ ശൃംഗിയാണ് ശപിച്ചത്. 7 ദിവസം 7-ാം നാൾ തക്ഷകൻ കടിച്ചു മരിക്കും എന്നുള്ള. അപ്പൊ ആ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവ് എന്ത് ചെയ്തു? ഈ 7 ദിവസം എനിക്ക് എന്താണ് തപസ്സിരിക്കണം എന്ന് പറഞ്ഞ് ഗംഗാതീരത്ത് വന്നിരുന്നു. അപ്പൊ ഗംഗാതീരത്ത് എന്ത് ചെയ്തു? അദ്ദേഹത്തെ അനുഗമിച്ചിട്ട് കുറെ ഋഷിവര്യന്മാര് അവിടെ വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ ജപവും പാട്ടും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കൂടാന്ന് വെച്ചിട്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് തീരുമാനിച്ചു? പരീക്ഷിത് മഹാരാജാവ് ഉറക്കം ഉപേക്ഷിച്ചു, ഭക്ഷണം ഉപേക്ഷിച്ചു, ജലപാനീയം ഉപേക്ഷിച്ചു. 7 ദിവസം എന്താണ് ഭഗവാന്റെ കാര്യങ്ങളും കേട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം പൂർണ്ണമായിട്ടും എന്താണ് ഭഗവാനിലേക്ക് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുവാണ് അല്ലെ. 7-ാമത്തെ ദിവസം തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് എന്റെ ജീവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെ. തക്ഷകൻ എന്താണ്? അദ്ദേഹത്തിന്റെ ജഡത്തിലാണ് കടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ജഡത്തിൽ. കാര്യം അതിനു മുൻപേ ജീവനെ ഭഗവാൻ അങ്ങ് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ആ സമയത്ത് ഭഗവാന്റെ കൽപ്പനയാൽ അവിടെ എന്താണ് ഇംഗിതം അറിഞ്ഞ് ആരെത്തിച്ചേർന്നു? വ്യാസപുത്രനായിട്ടുള്ള ശുഗബ്രഹ്മർഷി അല്ലെങ്കിൽ ശുഗദേവ ഗോസ്വാമി. രാധാറാണിയുടെ തത്തയാണെന്നൊക്കെ ഉള്ള കഥ നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഗംഗാതീരത്ത് പരീക്ഷിത് മഹാരാജാവിന്റെ അടുത്ത് എത്തിച്ചേർന്ന ആരാണ്? ശുഗബ്രഹ്മർഷി. ശുഗബ്രഹ്മർഷി പരീക്ഷിത്തും ശുഗബ്രഹ്മർഷിയും തമ്മിലുള്ള ചോദ്യോത്തരമാണ് ആയിട്ടാണ് ശ്രീമദ് ഭാഗവതം അവിടെ പറഞ്ഞത് ഗംഗാതീരത്ത്. ആണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ബിറ്റ്വീൻ പരീക്ഷിത് മഹാരാജ് ആൻഡ് Sukadev Goswami. The discussion between Parikshit Maharaja and Suga Brahmarshi, it is in a different place called Hastinapuri near Delhi. So this is taken place, right? So Yes. one of the listener from that Rishi is assembled in Gangadhira is Suda Goswami. You understand, right? Yes. One of the listeners, the conversation between Suga Brahmarshi and Parikshit is completely heard by a listener there in the assembled devotees. That listener name is Suda Goswami. That Suda Goswami again went to this Naimisharanya and he repeated what he heard from the bank of Ganga. What he heard from the bank of Ganga, he repeated there in Naimisharanya. So that one we are listening and reading now. You understand, right? ഗംഗാതീരത്ത് വെച്ച് നടന്ന ഭാഗവത സംഭാഷണം
അവിടെ ഇരുന്ന് കേട്ട സൂത ഗോസ്വാമി അത് അതേപിടി എവിടെ വെച്ച് പറയുവാണ്? നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് ശൗനകാദി ഋഷികളോട് പറയുന്നത് നമ്മൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ. കുറെ പേരുടെ പേര് വരുമ്പോൾ മനസ്സിലായി. നമുക്ക് സംശയം തോന്നും. ഇത് ഒരു സ്ഥലത്ത് വെച്ച് ഡിസ്കഷൻ നടന്നു, വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ആ ഡിസ്കഷൻ അതേപടി വേറൊരാള് മറ്റു കുറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ഇത് രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. വ്യക്തികളും ലിസണേഴ്സും ഡിഫറൻ്റ് ആണ്. അതിലിരുന്ന ഒരാള് ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു പ്രത്യേകതയേ ഉള്ളൂ. മനസ്സിലായോ പ്രഭുവിന്? മനസ്സിലായി. അപ്പൊ ശ്രീമദ് ഭാഗവതത്തെ വേദസാരമായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ആ അനധികൃതരായ വ്യക്തികൾ ശ്രീമദ് ഭാഗവതത്തെ ചിലപ്പോഴൊക്കെ കാൽപ്പനിക കഥയായി പരിഗണിക്കുന്നു. ശുഖസംഹിത അഥവാ മുക്താത്മാവായ ശ്രീ ശുഖദേവ ഗോസ്വാമിയാൽ വർണ്ണം ചെയ്യപ്പെട്ട വേദ സ്തുതിഗീതം എന്നും ശ്രീമദ് ഭാഗവതത്തെ വിശേഷിപ്പിക്കാം. അപ്പം ശ്രീമദ് ഭാഗവതം അങ്ങനെ ഒരു ആരെങ്കിലും എവിടെയെങ്കിലും എന്തേലും പറഞ്ഞതല്ല. അതൊരു പൂർണ്ണമായിട്ട് ഒരു വേദ സംഹിതയാണ്, അല്ലെ വേദ സ്തുതിഗീതമാണ്. എല്ലാം തന്നെ പ്രമാണമാണ്, ആധികാരികമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ പലതവണ എടുത്തതായതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശ്ലോകം 8. സഗോദാഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അവേക്ഷതേ മഹാഭാഗ സ്ഥിർത്തി കുർവസ്തദാശ്രമം. സഗോദോഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അവേക്ഷതേ മഹാഭാഗ സ്ഥിർത്തി കുർവസ്തദാശ്രമം. ഹരേ കൃഷ്ണ. പത്മാമാതാജി. ഹരേ കൃഷ്ണ. ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനാം അവേക്ഷതേ മഹാഭാഗസ്തീർത്തിർകുർവം തദാശ്രമം. ഹരേ കൃഷ്ണ. ഞാൻ മാതാജിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായി. മാതാജി, ആ രാധാസ്വാമൻ മാതാജി എന്ന് പറഞ്ഞ അവരെ കാണാറൊക്കെ ഉണ്ടോ? ആ കാണാറൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ കയറുന്നില്ലെന്നേ ഉള്ളൂ. ആഹാ. അവരുടെ ഭർത്താവ് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും അവിടെ പ്രശ്നമാണോ? കൂട്ടത്തിലുണ്ട്. ആ ഇച്ചിരി മദ്യപിക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ടാ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ? പിള്ളേരും ഒക്കെ ഉണ്ടായിട്ട് പോകുന്നു. അതല്ലേ. ഞാൻ എപ്പോഴെല്ലാം ഞാൻ ഇന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞു, ഒരുപാട് നാളായി. ഇന്ന് ഞാനിപ്പോ ഓർക്കാനായിട്ട് വേറൊരു കാര്യമുണ്ട്. ഞാൻ വിഷുവിന് ഒരു മെസ്സേജ് അയക്കണം വെച്ചാൽ വിട്ടുപോയി. ഇന്ന് ഒരാൾ അതെ. എന്നോട് ചോദിച്ചു, അവരൊക്കെ എവിടെ പോയി പ്രഭു, എത്ര പേര് ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണ്, ഇവരുടെ പേരെടുത്ത് ചോദിച്ചു. ആ എല്ലാ ആ പ്രശ്നോത്തരിക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടുന്ന ആൾ ആയിരുന്നല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മായ പിടിച്ചു എന്ന് പറഞ്ഞു. ആ ആ. ഇവരുടെ പേരെടുത്ത് ചോദിച്ചു. അതെ. നെറ്റ് എല്ലാത്തിലും ഇടപെടുന്നതായിരുന്നല്ലോ, എല്ലാവരോടും നല്ലോണം സഹകരിക്കുന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ടാ അതെ. എല്ലാവർക്കും ഓർത്തിരിക്കും. ആ നമ്മുടെ കൂടെ ആദ്യ പരിക്രമത്തിന് വന്ന ഒരാളാണ് ഇത് ചോദിച്ചത്. അവരെന്ത് ഇപ്പം വരുന്നില്ലേ എന്ന് ചോദിച്ചു, ക്ലാസ്സിലൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ അതെ. ഉം. അപ്പൊ നമ്മള് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇവിടുത്തെ പ്രധാനപദ തർജ്ജമ അദ്ദേഹം അല്ലെങ്കിൽ സുഖദേവ ഗോസ്വാമി ഗോദോഹന മാത്രം, ഗോക്കളെ കറക്കുന്നതിന് ആവശ്യമായ സമയം മാത്രം ഹി നിശ്ചയമായും ഗൃഹേഷു ഭവനത്തിൽ ഗൃഹമേദിനാം ഗൃഹവാസികളുടെ അപേക്ഷതയെ കാത്തു നിൽക്കുക മഹാഭാഗ്യവാനായ തീർത്ഥയാത്ര കുർവൻ പെടുത്തിക്കൊണ്ടിരുന്നു. തത് ആശ്രമം വസതി. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഒരു പശുവിനെ കറക്കുന്നിടത്തോളം നേരം മാത്രമേ ശ്രീ സുഖദേവ ഗോസ്വാമി ഒരു ഗൃഹസ്ഥാശ്രമിയുടെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുക പതിവുള്ളൂ. ഗൃഹം വിശുദ്ധമാക്കാൻ മാത്രമാണ് അദ്ദേഹം അപ്രകാരം ചെയ്യുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഈ ശൗനകാദി ഋഷികള് അവർക്കൊക്കെ ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു സദസ്സിൽ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്, അല്ലെ? ഇങ്ങനെ ഈ മഹാനായിട്ടുള്ള ആ വ്യക്തി ഏത് രീതിയിലായിരുന്നു, അത് നമ്മൾ കണ്ടു നേരത്തെ. ഒരു ഭ്രാന്തനും മൂകനും ബദിരനും അങ്ങനെയൊക്കെയുള്ള ഒരു
ഒരു മന്ദബുദ്ധിയായിട്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു ജനിച്ചപ്പം തൊട്ടുള്ള ഇറങ്ങിയ ഒരു പോക്കാണല്ലേ. പരിസരത്തെ ഒന്നും ശ്രദ്ധിക്കാതെ ഉള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹം പിന്നെ എങ്ങനെ ഈ പറഞ്ഞ ഡൽഹിയിൽ എത്തിച്ചേർന്നു എന്നും പരീക്ഷത്തിനെ കണ്ടു എന്നൊന്നും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്താണ്, ഒരു പശുവിനെ കറക്കുന്ന അത്രയും നേരം മാത്രമേ സുഖബ്രഹ്മർഷി ഒരു വീട്ടിൽ കാത്തു നിന്നിട്ടുള്ളൂ. എന്തിനാണ് ഈ സുഖബ്രഹ്മർഷി വീട്ടിൽ പോകുന്നത്? ഇന്നത്തെ കാലത്തൊക്കെ ബ്രാഹ്മണര് എന്താണ് എങ്ങനെയാണ് ചെയ്തത്? അവർക്ക് പ്രത്യേകിച്ച് ജോലി വല്ലതും ഉണ്ടോ? അല്ല വേദാധ്യയനം ഇതൊക്കെ മാത്രമേ ഉള്ളൂ അല്ലേ? അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു ഭിക്ഷ അന്വേഷിച്ച ശാസ്ത്രം അനുസരിച്ചിട്ട് മാക്സിമം 5 വീടുകളിൽ ദക്ഷിണ എടുക്കാവുന്നുണ്ട്. 5 വീടുകളിൽ നിന്ന്. അന്ന് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം അന്നമില്ല. ഈ 5 വീടുകളിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് അന്നമില്ല. അപ്പൊ മനസ്സിലായി, മാക്സിമം 5 വീട് വരെ തെണ്ടാം. അപ്പൊ 5 വീട് വരെ തെണ്ടിയിട്ട് അവിടുന്ന് 5 വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് പട്ടിണിയാണ്. പിറ്റേ ദിവസം പോയിട്ട് കിട്ടിയില്ലെങ്കിലും പിറ്റേ ദിവസം അത് തന്നെയാണ് അല്ലെ. ഇതാണ് അവസ്ഥ. നമുക്കറിയാം, ഇതേപോലെ ഒരു ഭിക്ഷാടനത്തിന് പോയൊരു വ്യക്തിയെ നമുക്കറിയാം. ആരായിരുന്നു? ഒരു വീട്ടിൽ നിന്ന് ഒന്നും കൊടുക്ക സുധാമ ഹരിബോൾ സുധാമ അല്ലെ. ഒരു വീട്ടിൽ നിന്ന് മിക്കവാറും ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ദാരിദ്ര്യ ദുഃഖം ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള സുധാമ. അങ്ങനെ അദ്ദേഹത്തിന് കുചേലൻ എന്നൊക്കെ നമ്മൾ പേരിടുന്നുണ്ട് അല്ലെ. നമ്മൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ അല്ലെ, കുചേലൻ. അപ്പം ഒരു പശുവിനെ കറക്കുന്ന അത്രയും സമയം മാക്സിമം ആണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്, ആ ഒരു ഗ്രഹം പരിശുദ്ധമാക്കാനായിട്ട് അത്രയും നേരം മാത്രം നിന്നാൽ മതിയാകും. ഇദ്ദേഹം ഒരു വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണയ്ക്കോ ദാനത്തിനോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം മാത്രം നിന്നാൽ തന്നെ ആ ഗ്രഹം പരിശുദ്ധമായി തീരും. അതിൽ കൂടുതൽ ഇവര് ദാനം കൊണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അദ്ദേഹം നോക്കത്തില്ല. അദ്ദേഹം അവിടെ നിന്ന് അപ്പാടെ പോകും. അത് ആർക്ക് ബെനിഫിഷ്യറി ആണ്? ഇദ്ദേഹം ഒരു വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നിന്നാൽ മതി. ഒരു പശുവിനെ കറക്കുന്ന അത്രയും നേരം മാത്രം നിന്നാൽ മതി. ആ വീട്ടിലുള്ളവർക്ക് ബെനിഫിറ്റ് ആണ്. കാര്യം അത്രയും വലിയ പരിജ്ഞാനിയും വ്യാസദേവന്റെ പുത്രനാണെന്നുള്ള ഡിമാൻഡ് മാത്രമല്ല, അദ്ദേഹം ഓൾറെഡി ജനിക്കുന്നതിന് മുൻപേ തന്നെ എന്താണ് ആത്മജ്ഞാനം കിട്ടിയ ഒരു വ്യക്തി ആയതുകൊണ്ട് ഇദ്ദേഹം എത്ര ലവമാത്രം സാധുസംഘം നമ്മൾ കേട്ടിട്ടില്ല. ലവം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തെ 11 ഭാഗിച്ചതിന്റെ ഒരു ഭാഗമാണ്. അത്രയും മാത്രം നേരം ഇതുപോലുള്ള വ്യക്തികൾ ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ മാത്രം മതി അവരുടെ കാര്യം എന്താണ്, അവര് ഡെലിവർ ആയി എന്ന് നമുക്ക് പറയാണ്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഇത് കേട്ടതേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന്. ആര്? സൂതഗോസ്വാമി. ആ സൂതഗോസ്വാമിയാണ് ഈ നൈമിശാരണത്തിൽ ഇരുന്നിട്ട് ഈ ഭാഗവതം ഉപദേശിക്കുന്നത് അല്ലെ. ഒക്കെ എഴുതിയെടുത്തോ, നോട്ട് എഴുതിയെടുത്തോ, നമ്മൾ ഇതുപോലെ ചെയ്യുന്ന പോലെ അല്ലെ. ഇത് മുഴുവൻ ഹിയറിംഗ് ആണ്, ലിസണിങ്ങിൽ കൂടെയാണ് ഇത് മുഴുവൻ കേട്ടത്. അപ്പം സൂതഗോസ്വാമി ഒരു സാധാരണ വ്യക്തി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് പറഞ്ഞ വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തതിന് ഭാവാർത്ഥം നോക്കാം. കൃഷ്ണകുമാരി മാതാജി വീണ്ടും. കൃഷ്ണ ശ്രീ സുഗതോക ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനെ കണ്ടുമുട്ടുകയും ശ്രീമദ് ഭാഗവതം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. മണിക്കൂറിൽ കൂടുതൽ ഗോവിനെ കറക്കുന്ന നേരം സമയം ഒരു ഗൃഹസ്ഥാശ്രമിയുടെ വസതിയിൽ കാത്തു നിൽക്കുന്ന പതിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഭാഗ്യവാനായ ഏതെങ്കിലും ഗൃഹസ്ഥാശ്രമിയിൽ നിന്ന് മാത്രമേ അദ്ദേഹം ശിക്ഷ സ്വീകരിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മംഗളകരമായ സാന്നിധ്യത്താൽ ആ ഭവനങ്ങൾ പവിത്രമാക്കപ്പെട്ടിരുന്നു. ആകയാൽ ശ്രീ സുഗതോ ഗോസ്വാമി അതീന്ദ്രിയ പദവി സ്ഥിരീകൃതമനായ ഉത്തമ പ്രാസംഗികനാകുന്നു. പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചവരും ഭഗവത് സന്ദേശ പ്രചാരണത്തിന് സ്വജീവിതം സമർപ്പിച്ചവരും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും അതീന്ദ്രിയ വിജ്ഞാനത്താൽ ഗൃഹസ്ഥാശ്രമികളെ പ്രബുദ്ധരാക്കുക എന്നതൊഴികെ ഗൃഹസ്ഥാശ്രമിയുടെ രക്ഷയുടെ അധികാരം അവർക്കില്ല എന്ന് നിശ്ചയമായി മനസ്സിലാക്കണം. ഗൃഹസ്ഥാശ്രമിയിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന അത്തരം ഭിക്ഷ നിശ്ചയമായി ഗൃഹസ്ഥാശ്രമിയുടെ ഭവനത്തെ പവിത്രമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാകണം. സന്യാസം സ്വീകരിച്ച ഒരാൾ നിശ്ചയമായി ഗൃഹസ്ഥാശ്രമിയുടെ ലൗകിക സമ്പത്തിന്റെ വശ്യതയിൽ പ്രലോഭിതനായി സാംസാരിക വ്യക്തിയുടെ പാദസേവകനായി തീരരുത്. സന്യാസ ജീവിതം സ്വീകരിച്ച ഒരാൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് വിഷപാനം ചെയ്യുന്നതിനേക്കാളും ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും അത്യധികം ആപൽക്കരമാണ്. കൃഷ്ണ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
അപ്പൊ അദ്ദേഹത്തിന് ആരെങ്കിലും ഒരു ദക്ഷിണയോ ദാനമോ എല്ലാം കൊടുക്കുവാണെന്നുള്ള അവർ എത്ര ഭാഗ്യവാനാണ് എന്ന് നമ്മൾ വിചാരിക്കണം അല്ലെ. കാര്യം അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് നിന്നാൽ തന്നെ എന്താണ് ആ പ്രദേശത്തെ പവിത്രീകരിക്കുകയാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ അല്ലെ. അവരുടെ ഒരു ചെറിയ സംഘം അല്ലെങ്കിൽ നാരദമുനി തന്നെ നമുക്കറിയാം പാപരാജൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ജസ്റ്റ് ഒരു അവിടെ ചെന്നിട്ട് ലവമാത്ര സാധു സംഘത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ച മാത്രമേ ഈ ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് വൈകുണ്ഠം വരെ എത്താനായിട്ട് സാധിച്ചു. നമുക്ക് കണ്ടല്ലേ അല്ലേ. അപ്പം എത്ര പാപികളായിട്ടുള്ള വ്യക്തിയും പുണ്യാത്മാക്കളായിട്ടുള്ള ഒരാളുടെ ദർശനം കൊണ്ട് തന്നെ അവർ ഡെലിവർ ആയി കഴിഞ്ഞു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ പുണ്യാത്മാവ് വീട്ടിൽ വരികയും അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിന് ഒരു ദക്ഷിണ കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എത്രയോ വലിയ കാര്യമാണല്ലേ. അദ്ദേഹം നമ്മൾക്ക് എന്തെങ്കിലും ശിക്ഷ പറഞ്ഞു തന്നാലും ഇല്ലെങ്കിൽ ദർശന പുണ്യം എന്ന് പറയാം. ചില ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് നമുക്കൊരു ദർശന പുണ്യം തന്നെ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് മാറി മറിയും അല്ലെ. വിധികളെ തന്നെ ചില മഹാത്മാക്കളുടെ ദർശനവും അവരുമായിട്ടുള്ള അസോസിയേഷനും നമ്മളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ തക്കതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമുക്കറിയാം ഈ ധ്രുവ മഹാരാജാവിന്റെ കാര്യത്തിൽ ആരുടെ സാന്നിധ്യമാണ്? നാരദ മഹർഷിയുടെ. നാരദ മഹർഷി. ധ്രുവ മഹാരാജാവ് നാരദ മഹർഷി. അതുപോലെ തന്നെ പ്രഹ്ലാദനോ നാരദ മഹർഷി. അമ്മയുടെ വയറ്റിൽ വെച്ചിട്ടാണ് കിട്ടിയത് അല്ലെ നാരദ മഹർഷിയുടെ അസോസിയേഷൻ. പിന്നെ അടുത്തത് ആരാണ്? ഈ പറയുന്ന നളകുബേരനും മണിഗ്രീവനും എന്താണ് വസ്ത്രമില്ലാതെ കുളിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ചിട്ടായിരുന്നു, മാനസരോവര തീരത്ത് വെച്ചിട്ടായിരുന്നു ഈ പറയുന്ന നാരദ മഹർഷിയുടെ അസോസിയേഷൻ കിട്ടുന്നത്. നാരദമുനിയുടെ ശാപം പോലും എന്തായിട്ട് മാറി? അനുഗ്രഹമായിട്ട് മാറി. സാക്ഷാൽ ശ്രീകൃഷ്ണൻ വന്ന് അവരെ മോചിപ്പിച്ചു അല്ലെ, വൃക്ഷത്തിൽ നിന്ന് മോചിപ്പിച്ചു ദാമോദര ലീലയിൽ കൂടെ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മഹാത്മാക്കന്മാരുടെ ഒരു ചെറിയ സാമീപ്യം പോലും തന്നെ നമ്മൾക്കൊക്കെ എന്താണ് വളരെ 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 വലിയ ഭാഗ്യങ്ങൾ നമ്മളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്നതാകും. അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഈ ദേവല മഹർഷി സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല ദേവല മഹർഷി അല്ലെ. ആ ദേവല മഹർഷിയുടെ കാലിൽ ഒരു ഗന്ധർവൻ വന്ന് പിടിച്ചു. ആ ഗന്ധർവൻ ആരായിട്ട് മാറി? ഗന്ധർവന്റെ പേരെന്തായിരുന്നു? അദ്ദേഹം ആരായിട്ട് മാറി? അദ്ദേഹത്തിനെ ആരാണ് മോചിപ്പിച്ചത്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഹരികൃഷ്ണ മാതാജിക്ക് ഓർമ്മയുണ്ട് അല്ലെ. മുതലയായിട്ടാണ് മാറിയത്. ഇവിടുത്തെ മാതാജി പറഞ്ഞു ഹൂഹു 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 എന്ന് പറയുന്ന ഗന്ധർവൻ ദേവൽ മഹർഷിയുടെ കാലിൽ പിടിച്ചു. അദ്ദേഹം ആരായിട്ട് മാറി? മുതലയായിട്ട് മാറി. ശാപം കിട്ടി. എന്നിട്ട് അദ്ദേഹം ആരാണ് വന്ന് മോചിപ്പിച്ചത്? സാക്ഷാൽ ഭഗവാൻ വന്ന് മോചിപ്പിച്ചു. എന്ത് കാര്യം ചെയ്തിട്ടാ? അദ്ദേഹം ഗജേന്ദ്രന്റെ കാലിൽ പിടിച്ചു അല്ലെ. ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഗജേന്ദ്രനായിട്ട് വന്നപ്പം ഭഗവാന്റെ പരമഭക്തന്റെ കാലിൽ പിടിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ആ ഒരു മോക്ഷത്തിന് അർഹനായത്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോരോ മഹാഭാഗ്യവാനാകാനായിട്ടുള്ള കാരണം ഇതേപോലുള്ള മഹാത്മാക്കളുടെ ഒരു ചെറിയ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം, വളരെ ചെറിയ, അതാണ് ലവമാത്ര സാധു സംഘം എന്ന് പറയുന്നത് അല്ലെ. അവരുടെ കൂടെയുള്ള ഒരു അസോസിയേഷൻ മൂലമാണ് നമ്മളുടെ എല്ലാം ജീവിതത്തെ എല്ലാം മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് സത്സംഗത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് അല്ലെ. നമ്മൾ ഫിസിക്കൽ സത്സംഗം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ പോകുന്നത് അല്ലെ. ഒന്നുകിൽ ആ ഡാമിന്റെ പരിശുദ്ധി, ഇവിടുത്തെ ഡയറ്റീസ്, അതിന്റെ ആ ഒരു ഇത്, അതുപോലെ തന്നെ അവിടെ വരുന്ന ആ പുണ്യാത്മാക്കളുടെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു എത്രയോ എത്ര വർഷങ്ങളായിട്ട് ജപിച്ചിട്ടുള്ള ആ ജപസിദ്ധി കൊണ്ട് അവർക്ക് ഉള്ളിൽ ഒരു ഓറ ഉണ്ടാകും, എനർജി ഉണ്ടാകും അല്ലെ. നമ്മൾ അവരോട് കൂടി നേരിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു എനർജിയുടെ എന്തായാലും ഒരു റിഫ്ലക്ഷൻ നമുക്ക് കിട്ടാതിരിക്കത്തില്ല അല്ലെ. നമ്മൾ വീട്ടിലിരുന്ന് മൊബൈലിൽ നോക്കി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1.5 മണിക്കൂർ സത്സംഗത്തിന് പോവുകയാണെങ്കിൽ നേരിട്ട് നമുക്ക് ആ ഒരു ഡാമിന്റെ പരിസ്ഥിതി അവിടെ ഇരുന്ന് അവർ നാമം ചെല്ലുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ആ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാകുന്ന ആ ജപസിദ്ധിയിൽ നിന്നുള്ള ആ ഒരു എനർജി നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫിസിക്കൽ സത്സംഗത്തിന് പോകുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ഓൺലൈനിലാകുമ്പോഴത്തേക്കും നമുക്ക് കാണാം
കുറെ ഡാർക്ക് ആണല്ലേ. ചിലപ്പോ അവർ കട്ടിലൊക്കെ കിടന്നുകൊണ്ടായിരിക്കും പലരും കേൾക്കുന്നത്, എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മാക്സിമം വീഡിയോ ഓൺ ആക്കി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നവർക്കും എന്താണ് അത് കേൾക്കുന്നവർക്കും അത് മനസ്സിലാകും, പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങിപ്പോകും. മായ, നിദ്രാദേവി ഇവരെല്ലാം നമ്മളെ പിടിച്ച് വിഴുങ്ങും. നിദ്രാദേവിക്കാണ് ഭയങ്കര താല്പര്യമാണ്. ഭഗവത്ഗീത ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുക്ക് അവരെ അനുഗ്രഹിക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിട്ടിരിക്കുന്നതാണ് നിദ്രാദേവി. ഭഗവത്ഗീതയോ ഭാഗവതോ ആരെടുത്തു കഴിഞ്ഞാൽ അവരെ വന്ന് എന്ത് ചെയ്യും? കടാക്ഷിക്കും ദേവി. അപ്പൊ അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ 4 ശ്ലോകങ്ങൾ എടുത്തു. വളരെ ചെറുതായിരുന്നു. ഇതെല്ലാം കണ്ടിന്യൂഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വേഗം എടുത്ത് വിട്ടത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ആർക്കെങ്കിലും നേരത്തെ എക്സിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആയിക്കോളൂ. ക്ലാസ് കഴിഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞ് നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ ഹരേ ചെറിയൊരു കൃഷ്ണ. മനസ്സിലായ കാര്യങ്ങൾ പറയാം. ഇത്രയും ഇടയ്ക്ക് വെച്ചല്ലേ കയറിയത്. അതെ അതെ. നമ്മുടെ ഈ ശ്രീമദ് ഭാഗവതം പല ഋഷിമാരും ഒക്കെ നറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശിവജിയും നറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പേര്. പക്ഷെ നമ്മളിപ്പോ വായിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം സുത ഗോസ്വാമി ശൈനക ഋഷിക്ക് പറഞ്ഞു കൊടുത്ത അതാണ്. സൂത ഗോസ്വാമി. അത് സൂത ഗോസ്വാമി അത് നൈമിഷാരണ്യത്തിൽ വെച്ച് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ശൗനക ഋഷിക്ക് പറഞ്ഞു കൊടുത്ത അവർ തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോ വായിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതം ശുഗദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് ഗംഗാ തീരത്ത് വെച്ച് പറഞ്ഞു കൊടുത്ത അത് കേട്ട മഹർഷിയാണ് സൂത ഗോസ്വാമി. അതാണ് വീണ്ടും നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ശൗനക ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ശൗനകാദി ആദി എന്ന് പറഞ്ഞ മുതലായ. ഓക്കെ, ശൗനകാദി. തൗസൻഡ്സ് ഓഫ് ഋഷീസ് ആർ ദേർ. ലീഡർ ആയിരുന്നു അദ്ദേഹം, ലീഡർ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും പറയുന്നത്. അതായത് ഇപ്പൊ ആ ഒരു ഫ്ലോ മനസ്സിലായല്ലോ എങ്ങനെയായിരുന്നു അല്ലെ? ഒരു സ്ഥലത്ത് ഡിസ്കസ് ചെയ്ത കാര്യം അവിടെ ഇരുന്ന് കേട്ട ഒരു വ്യക്തി വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് പറയുന്നു. അപ്പൊ വ്യക്തികളുടെ പേര് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരുള്ളൂ. ഒറിജിനലി ബിറ്റ്വീൻ പരീക്ഷിത് മഹാരാജാവാണ് ശുഗബ്രഹ്മർഷി അല്ലെങ്കിൽ ശുഗദേവ് ഗോസ്വാമി. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് സൂത ഗോസ്വാമി ആൻഡ് ശൗനകാദി ശൗനകാദി. അപ്പൊ പ്രഭുജി ഡൽഹി ഹസ്തിനാപൂർ പറഞ്ഞ അത് ഏത് സ്ഥലത്തിനാണ്? ഈ രണ്ട് അത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു മാഡ്മാനെ പോലെ ഇങ്ങനെ നടക്കുന്ന ഈ ശുഗ ഗോസ്വാമി എങ്ങനെയാണ് അവിടെ വരെ എത്തിച്ചേർന്നതെന്നാണ് ആ ഒരു സ്റ്റേജ് വരെ. ഹസ്തിനപുരി അവിടെ എത്തിച്ചേർന്ന് അവിടെ നിന്നാണല്ലോ, ഹസ്തിനപുരിയിൽ നിന്നല്ല ഗംഗാതീരത്തേക്ക് ഈ ശാപം കിട്ടിയില്ലേ? തക്ഷകൻ 7-ാം നാള് കടിച്ചു മരിക്കും എന്നുള്ളത്. ആ ശാപം കിട്ടിയപ്പോൾ ഗംഗാതീരത്തേക്ക് പോയി ആര്? പരീക്ഷിത് മഹാരാജാവ്. അപ്പൊ ആ ഗംഗാതീരത്ത് ആരും വിളിക്കാതെ അവിടെ ആരെത്തി? ഈ പറയുന്ന സുഖബ്രഹ്മർഷി എത്തി. ഇവിടെ നിന്ന് ഈ പറയുന്ന ഒരു ഗ്രാമത്തിന്റെ പേര് പറഞ്ഞില്ലേ, ഞാൻ മറന്നുപോയി. ആ ഗ്രാമം തൊട്ട് ഈ ഹസ്തിനപുരി വരെ എത്തിച്ചേരാനുള്ള സാഹചര്യം എങ്ങനെ വിട്ടു, അതുവരെയുള്ള ഇദ്ദേഹത്തിന്റെ പരിവർത്തനങ്ങള്, അതിനെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. I want to know more about the transformation from a madman to this like the preacher of Srimad Bhagavata. Between these stages. ഇത്രയും വലിയൊരു ജ്ഞാനിയെ പോലെ ഇരുന്ന് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം എങ്ങനെ അദ്ദേഹം അത് നേടി, എങ്ങനെ അത് അദ്ദേഹത്തിന് കഴിഞ്ഞു, അതാണ് പറയുന്നത്.
അതുപോലെ അദ്ദേഹം അവിടെ ഹസ്തിനപുരിയിൽ എത്തിയപ്പോൾ ആളുകൾ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിഞ്ഞു, എങ്ങനെ മനസ്സിലാക്കി ഈ ശുഭദേവ ഗോസ്വാമിയാണെന്ന് വെച്ചാൽ ആളെ കാണുമ്പോൾ ഒരു നമുക്ക് ഭ്രാന്തനെ പോലെ അങ്ങനെ അലഞ്ഞിരുന്ന അങ്ങനത്തെ ഇത്. അപ്പോൾ നമ്മള് പുറമേ ഉള്ള അത് കണ്ടിട്ടല്ല, മീൻസ് അവര് എന്താണ് പറയുന്നത് അത് കേട്ടിട്ടാണ് നമ്മൾ അവരുടെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത്. ഉം. പിന്നെ പിന്നെ പറഞ്ഞു സുഖദേവ ഗോസ്വാമി ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് ഒരു പശുവിനെ കറക്കുന്ന സമയത്ത് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാറുള്ളൂ. ഉം. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സുഖദേവ ഗോസ്വാമി യുടെ ഒരു പ്രസൻസ് തന്നെ, അത്ര സമയത്തെ ഒരു പ്രസൻസ് തന്നെ ആ വീട്ടിലുള്ളവർക്കും ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരേ ഇത്രയും ബ്രഹ്മജ്ഞാനമുള്ള ഇതുപോലെയുള്ള ഗോസ്വാമിമാര് അവരുടെ ചെറിയ പ്രസൻസ് തന്നെ, അവരോടുള്ള സുസംഗം അല്ലെങ്കിൽ അവരോടുള്ള പ്രസൻസ് തന്നെ കേൾക്കുന്നവർക്കും ആ പ്രസൻസ് കൊണ്ട് നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സബിത മാതാജി. പ്രഭു, ഞാനും അതൊക്കെ തന്നെയാണ് നോട്ട് ചെയ്തത്. അതായത് ഗംഗാതീരത്തെ പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അദ്ദേഹം എത്തിയത്, എങ്ങനെ അദ്ദേഹത്തെ ആളുകൾ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തേത് മഹാരാജാവ് പരീക്ഷത്തിനെ എങ്ങനെ അദ്ദേഹം കണ്ടുമുട്ടി, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഭാഗവതം ആലപിക്കാൻ സാധിച്ചത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പ്രഭു, ഈ ശ്ലോകം 8 പറയുന്നില്ലേ, പശുവിനെ കറക്കുന്ന സമയം മാത്രമേ ഒരു വീട്ടിൽ താമസിക്കുന്ന ശീലം ഉണ്ടായിരുന്നുള്ളൂ. അതാര് സൂത മഹർഷി പറയുന്നതാണോ? ഇത് ശൗനകർഷി. അദ്ദേഹം ആൻസർ പറഞ്ഞില്ല. ആൻസർ പറയാൻ തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണ് സൂത ഉവാച എന്ന് പറയും, അല്ലെങ്കിൽ സൂത ഊജു എന്ന് പറയും. ഓക്കെ. ഇതൊക്കെ അപ്പൊ അവര് നമ്മളിപ്പോ കുറെ ക്വസ്റ്റ്യൻ ആയില്ലേ ചോദിക്കുന്നു, ഇതിന്റെ എല്ലാ ആൻസർ അപ്പൊ ഇനി വരുമായിരിക്കും അല്ലെ? ഇനി വരും. കുറെ ചോദ്യങ്ങളായി ചോദിക്കാൻ തുടങ്ങിയിട്ട്, കുറെ ചോദ്യങ്ങളായി. മാതാജി ഒരു രണ്ടാമത്തെ ശ്ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും, അവിടെയാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു. നോക്കിയേ, മറിച്ച് രണ്ടാമത്തേത് മൂന്നാമത്തെ ശ്ലോകത്തില് ഏത് മൂന്നാമത്തെ കാലഘട്ടത്തിലാണ്, കാലത്താണ് ഇത് എഴുതിയിരിക്കുന്നത്? ശൗനക ഉവാച എന്ന് പറഞ്ഞാ തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു ശ്ലോകത്തിലും ഇദ്ദേഹം മറുപടി പറയുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ്ലി. അപ്പൊ അവരുടെ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ കൂടി അവർ പറയാം, റിയലൈസേഷൻ. ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ഒരു സ്റ്റേജിൽ. അതായത് ഈ ഇപ്പൊ അവസാനം പറഞ്ഞല്ലോ, ഗംഗാതീരത്ത് വെച്ചിട്ടുള്ള അല്ലെ, അല്ല ഈ ഡൽഹിയിലെ പശുവിനെ കറക്കുന്ന സമയം മാത്രമേ ഒരു വീട്ടിൽ അദ്ദേഹം നിൽക്കുകയുള്ളായിരുന്നു. അരമണിക്കൂർ അല്ലെ, മാക്സിമം അരമണിക്കൂർ നേരമേ ഉള്ളൂ ഒരു വീട്ടിൽ ചെലവഴിക്കുകയുള്ളായിരുന്നു. അപ്പൊ അവര്, അതായത് അന്ന് പറഞ്ഞ ആ നേരം കൊണ്ട് ഇവര് എന്താണ്, അരമണിക്കൂർ സമയം കൊണ്ട് ഇവരെന്തെങ്കിലും ദക്ഷിണ കൊടുക്കുവോ, ഭക്ഷണം കൊടുക്കുവോ, അത് മേടിച്ച് കഴിച്ചിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് പോരും. പിന്നീട് അവിടെ നിൽക്കില്ല. കാര്യം എന്താണ്, ഭൗതികതയോട് കൂടുതൽ ഒട്ടും അല്ലെ. അവിടെ നിന്ന് അവരോട് പറയാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, ഭൗതികതയിലേക്ക് മനസ്സ് വ്യതിചലിക്കും. അതുകൊണ്ടാണ് കർശനമായിട്ട് അദ്ദേഹം ആ ഒരു ഇത് ഫോളോ ചെയ്തിരുന്നത് അല്ലെ. പശുവിനെ കറക്കുന്ന സമയത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം എന്തിനാണ് ചെല്ലുന്നത്? അന്ന് ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുള്ളതായിരുന്നു വേദങ്ങൾ നിർദ്ദേശിച്ചത്, ദക്ഷിണ അല്ലെ, ഭിക്ഷ തേടാനായിട്ട്. അത് ചിലപ്പോൾ ഭക്ഷണമാകാം, എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പോകും, കിട്ടിയില്ലെങ്കിലും യാതൊരു വിരോധവും ഇല്ല. അത്രയും നേരം നിന്നിട്ട് അദ്ദേഹം അപ്പാടെ അവിടെ നിന്ന് പോകും. ഇൻ കേസ് ഒരാള് ഭക്ഷണം കഴിച്ചു, ഭക്ഷണം എന്താണ് ഇദ്ദേഹത്തിന് കഴിക്കുന്നുള്ള ചിലപ്പോൾ ഒരു 3-4 ദിവസത്തേക്കിനുള്ളതായിരിക്കും അദ്ദേഹം ഒരു ദിവസം കഴിക്കുന്നത് അല്ലെ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണ്, നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനായിട്ടല്ലോ നിൽക്കുന്നത്. ശരീരത്തിൽ ആത്മാവ് ഇരിക്കുന്നുണ്ട്, ആത്മാവിനെ പരിപാലിക്കാൻ ശരീരം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രമുള്ള ഭക്ഷണമേ കഴിക്കുകയുള്ളൂ അല്ലെ. ഒരു യോഗി അല്ലെങ്കിൽ ഭോഗി അല്ലെങ്കിൽ ഒരു യോഗി എന്താണ്, ഒരു നേരം കഴിക്കുന്ന വ്യക്തിയാണ് യോഗി. അപ്പൊ അതുപോലുള്ള യോഗി വര്യനാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് അത്ര അരമണിക്കൂറിൽ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗം ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് അപ്പാടെ അവിടെ നിന്ന് പോവുക. അവിടെ നിന്ന് അവരോട് കഥയും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒട്ടും. പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഇത് പാടാക്കണം അല്ലെ. ഒരുപാട് നേരം നിന്ന് നമ്മൾ അവരുടെ സമയം മെനക്കെടുത്തുകയോ അതുപോലെ നമ്മളുടെ സമയം കളയുകയോ ചെയ്യരുത് അല്ലെ. അവർക്ക് ഒരുപാട് സ്വകാര്യതകളും അതുപോലെ പല കാര്യങ്ങളും ഉള്ളതല്ലേ.
ഒരു ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ അവരെ കൺസിഡർ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്ത്രപൂർവ്വം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് വേഗം ഇറങ്ങി പോകണം. നമ്മൾ അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചെങ്കിൽ അവിടെ ചെല്ലുക, അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഭക്ഷണം കഴിക്കുക, അവിടെ നിന്ന് കഥ പറഞ്ഞിരിക്കാതെ വേഗം ഒന്ന് പോവുക. അല്ലെ? ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാര്യം അവരൊക്കെ നമ്മളോട് ചിലപ്പം ഈ സ്നേഹമൊക്കെ അഭിനയിച്ചെങ്കിലും ശരിക്കും അത് യഥാർത്ഥത്തിലുള്ളതല്ലായിരിക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് ചെന്ന് കയറി, അപ്പം നമ്മൾ വന്നതല്ലേ, എങ്ങനെ ഒഴിവാക്കും, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മള് മനസ്സിൽ ആലോചിച്ചിട്ട് നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ സുഖദേവ് ഗോസ്വാമിയെ നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും അല്ലേ? കാര്യം നമ്മൾ കൃത്യം ഈ ഒരു ഇത് പാലിക്കുക. നമ്മൾ ആരോടാണെങ്കിലും നമ്മൾ എന്താണ് ആ ഒരു സ്പേസ് ഇട്ട് നിൽക്കുക. അത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അധികമായാൽ അമൃതും വിഷമാണ് എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് ഒരുപാട് വിഷസഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ ഇടവരും, അനുഭവിക്കാൻ ഇടവരും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കണമെന്ന്. മായ നമ്മളെ കയറി പിടിക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹം മായ പിടിക്കാതിരിക്കാനാണ് അത് കർശനമായിട്ട് അദ്ദേഹം ഫോളോ ചെയ്തു പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ഇനി സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ശരി പ്രഭു, ഹരേ കൃഷ്ണ. ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? കൃഷ്ണ ഹരി ബോൾ. ഇല്ല പുറത്തുനിന്ന് അതെ അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച വരുന്നുണ്ടോ ക്ലാസ്സിന്? വെള്ളിയാഴ്ച ഡ്യൂട്ടി ഉണ്ടോ? എന്റെ ഡ്യൂട്ടി ഉണ്ടോ? ഒറ്റയ്ക്ക് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകണം. ഓക്കെ. അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ലെങ്കിൽ ഓൺലൈനായിട്ട് കാണും. വെള്ളിയാഴ്ച തിരക്കണം. അല്ല, ഞാൻ ചോദിച്ച അവിടുത്തെ ദ്വാരകാധാമിലെ ക്ലാസ്സിന് വരുന്നുണ്ടോന്നാ? സത്സംഗിന്റെ അല്ല, അവിടെ വരാൻ പറ്റില്ല. പിന്നെ മറ്റേ ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റില്ല. ഇവർക്ക് പറ്റുവാണ്. ഓക്കെ 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 പ്രഭു, ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഓക്കെ താങ്ക് യു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിനാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജായ്.